കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം വളരെ മനോഹരമായ ഒരു ഗ്രന്ഥമാണ്. പഠിക്കുവാൻ ഒരല്പം പ്രതിസന്ധിയുള്ള ഒരു പുസ്തകമാണ്. കാരണം മറ്റ് പുസ്തകങ്ങളെക്കുറിച്ച് ഒരല്പം ഗ്രാഹ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് ഗ്രാഹ്യമുണ്ടാകൂ, പഠിക്കാൻ നമുക്ക് മനസ്സിലാകൂ. അല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഒരല്പം പ്രയാസമുള്ള കാര്യം സ്വാഭാവികമായിട്ടുമുണ്ട്. എന്താ പറയുക, മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെയാണ്. ഇന്ന് ജീവിക്കുക എന്നുള്ളതിനേക്കാൾ നാളെ എന്താണ് എന്നുള്ളത് അറിയുക എന്നുള്ളതാണ് വല്ലാത്തൊരാവേശം പിടിച്ച ഒരു കാര്യം. സ്തോത്രം. അതുകൊണ്ട് പ്രവചനം കേൾക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, വെളിപ്പാട് പുസ്തകം പ്രസംഗിച്ച് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമുക്കൊരു ഇഷ്ടമുണ്ട്. ഇന്ന് ഞാൻ വെളിപ്പാട് പുസ്തകത്തിൽ നിൽക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നാളെ കർത്താവ് അനുവദിച്ചാൽ വെളിപ്പാട് നിൽക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും അങ്ങോട്ട് മുമ്പിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണോ നിയോഗം അതനുസരിച്ച് നമ്മൾ മുമ്പിലേക്ക് പോകാനാണ് താല്പര്യപ്പെടുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ചില വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. വെളിപ്പാട് പുസ്തകത്തിലെ ഏറ്റവും ഒടുവിലത്തെ ഭാഗം. പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥം, പുതിയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകം, പഴയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകം ദാനിയേൽ പ്രവചനമാണ്. ഇത് രണ്ടും ഒരുമിച്ച് ചേർത്താണ് നമ്മളെല്ലാവരും പഠിപ്പിക്കാറുള്ളത്. കാരണം ദാനിയേലും വെളിപ്പാടും ചേർത്തേ നമുക്ക് പഠിപ്പിക്കാൻ ഒക്കത്തുള്ളൂ. ദാനിയേലിൽ കിടക്കുന്നതിൻ്റെ കുറച്ചധികം വിശദീകരണങ്ങൾ നമുക്ക് വെളിപ്പാടിൽ കാണാൻ കഴിയുന്നത്. ഞാനതിൻ്റെ ഗൗരവമേറിയ മാർമിക ഭാഗത്തേക്ക് ഒന്നും തൽക്കാലം കടക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ചുറ്റുപാടും താമസിക്കുന്ന നിവാസികൾക്ക് കൂടി കാര്യം മനസ്സിലാകത്തക്ക രീതിയിലാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്തോത്രം. ഇൻഡോർ മീറ്റിംഗ് ആയിരുന്നെങ്കിൽ വെളിപ്പാട് ശരിക്കും നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കാമായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് വെളിപ്പാട് സംസാരിച്ചാൽ ചിലപ്പോൾ പുറത്തുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് നേരിടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പുറത്തുള്ളവരെ കൂടി കാര്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്ത് സംസാരിക്കത്തക്ക നിലയിൽ ഞാനൊരല്പം ലഘൂകരിച്ചാണ് കാര്യങ്ങൾ സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നത്. നിങ്ങൾ കൂടി ആ കാര്യത്തിൽ സഹകരിക്കേണ്ടി വരും എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഒന്നുകൂടി നമുക്ക് കുറിവാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കടത്താം. എന്നോട് പറഞ്ഞത്, അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. പഴയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകമായ ദാനിയേൽ പ്രവചനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: പുസ്തകത്തിന് മുദ്രയിട്ടേക്കാം, ഇത് അന്ത്യകാലത്തേക്കുള്ളതാകുന്നു. പക്ഷേ AD 96 BC 500-കളിലാണ് ഈ ദാനിയേൽ പ്രവചനം എഴുതുന്നത്. അത് കഴിഞ്ഞ് ഏറെക്കുറെ 600 കൊല്ലം മാറി യോഹന്നാൻ അപ്പസ്തലന് മേലാൽ സംഭവിപ്പാനുള്ളവകളെ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തനന്തരം പറയുകയാണ്, ഈ പുസ്തകത്തിന് മുദ്രയിടണ്ട. കാരണം ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ വേഗത്തിൽ സംഭവിക്കാനിരിക്കുന്നവകളാണ്. സ്തോത്രം. അപ്പോൾ ഒരു 600 കൊല്ലത്തെ ഗ്യാപ്പ്, ഏറെക്കുറെ ഓൾമോസ്റ്റ് 600 കൊല്ലം. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. കണ്ടോ, ഇതാണ് ഈ പുസ്തകത്തിന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. ആരെയും കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇത് അനുസരിച്ചേ പറ്റൂ എന്ന് നിർബന്ധിക്കാത്ത ഒരു പുസ്തകമാണ് വിശുദ്ധ വേദ പുസ്തകം. ആരെയും ഇത് കമ്പൽ ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെ ജീവിച്ചേ തീരൂ എന്ന് ഒരിക്കലും വേദപുസ്തകം നമ്മളെ നിർബന്ധിക്കുന്നില്ല. നമ്മളെ നിർബന്ധിക്കുന്നു എങ്കിൽ നിർബന്ധിക്കുന്നത് യേശുവിന്റെ സ്നേഹമാണ്. സ്വതന്ത്രം. അല്ലാതെ ബൈബിളിൽ ഒരിക്കലും നമ്മളെ ഇങ്ങനെ ജീവിച്ചേ തീരൂ എന്ന് പറഞ്ഞ് നിർബന്ധത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. നമുക്കിഷ്ടമുള്ളതുപോലെ പോകാം. കാരണം ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കുവാൻ കർത്താവ് നൽകിയിരിക്കുന്നത് 70, ഏറെയായാൽ 80, അല്ലെങ്കിൽ 120. ഇതിന്റെ അപ്പുറത്തേക്ക് പോകും നടക്കുകയല്ല. മാക്സിമം 120. അതിനപ്പുറം നമുക്ക് ഈ ഭൂമിയിൽ നിൽക്കാനുള്ള അവസരം തന്നിട്ടില്ല. ഇത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടേണ്ടതാകുന്നു എന്നാണ് വിശുദ്ധ വേദ പുസ്തകം പറയുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നത്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപിൽ വെളിപ്പെടേണ്ടതായി വരും. ആ വാക്യം വളരെ ശ്രദ്ധിക്കുക. ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും. നമ്മളെല്ലാം ഇപ്പോൾ ഒരു ശരീരത്തിനകത്തിരിക്കുകയാണ്. മനുഷ്യനെ നമുക്കാർക്കും കാണാൻ കഴിയില്ല. ജോബി ഹാൽവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് കേട്ടാൽ നിങ്ങൾ പറയും കണ്ടിട്ടുണ്ടെന്ന് പറയും. പക്ഷെ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നെയല്ല, എൻ്റെ കുപ്പായമാണ്. എൻ്റെ കുപ്പായം മാറ്റിയാൽ നിങ്ങൾ കാണുന്നത് എൻ്റെ ശരീരത്തെയാണ്. എന്നെ നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. കാരണം ഞാൻ ഈ ശരീരത്തിൻ്റെ അകത്താണ്. വിശുദ്ധ വേദ പുസ്തകത്തിൽ ശലോമോൻ ഇങ്ങനെയാണ് പറയുന്നത്: പൊടി പണ്ടായിരുന്നത് പോലെ മണ്ണിലേക്ക് തിരികെ ചേരും, മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. ഇതിനകത്തൊരു മനുഷ്യനുണ്ട്, അവനെയാണ് നമ്മൾ പേരിട്ട് വിളിക്കുന്നത്. നിങ്ങൾക്ക് എന്തു വേണോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കാം. എൻ്റെ പേര് ജോബി ഹാൽവിൻ എന്നാണ്. ഞാൻ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ഈ ശരീരത്തിൽ നിന്നിറങ്ങി എൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോയി.
അമ്മയുടെ ഉദരത്തിൽ 10 മാസം തികച്ചിരിക്കാൻ എനിക്കാവില്ല. ഈ ഭൂമിയിൽ എനിക്ക് 120 കൊല്ലം തികച്ചിരിക്കാനാവില്ല. അങ്ങനാണെങ്കിൽ നമ്മൾ എല്ലാവരും ഈ ഭൂമി വിട്ട് പോയേ മതിയാകൂ. എവിടേക്ക്? ശാശ്വത ഭവനത്തിലേക്ക്. ആ ശാശ്വത ഭവനം എവിടെ ആകണമെന്ന് തീരുമാനിക്കേണ്ടത് ഈ ശരീരത്തിലിരിക്കുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. ഉറങ്ങുന്നവർ വളരെ ശ്രദ്ധിക്കണം. ഈ ക്യാമറ നിങ്ങളുടെ അടുക്കലേക്ക് കറങ്ങി വരുന്നുണ്ടോ എന്ന് വെറുതെ ശ്രദ്ധിച്ചോണം. മനസ്സിലാണ്ടോ? ക്യാമറ വരികയാണെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്തൊക്കെ നിങ്ങൾ ഇരുന്ന് കൊടുത്തോണം. കാരണം ഇതിങ്ങനെ എല്ലായിടത്തും കാണുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഉറങ്ങാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ കാണുന്നുണ്ട് ക്യാമറ നിങ്ങൾ ഉറങ്ങുന്നത് കണ്ട് ചിലപ്പോൾ അതൊക്കെ അവർ സൂം ചെയ്ത് പിന്നെ ലൈവ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മാനക്കേട് നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ, നിങ്ങളുടെ ബന്ധുക്കൾ വല്ലയിടത്തും ഇരുന്ന് കാണാതിരിക്കാൻ സ്വതന്ത്രം നിങ്ങൾ വൃത്തിക്കിരിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഈ ശരീരത്തിൽ ഇറങ്ങുന്നു, ശരീരം മണ്ണിലേക്ക് തിരിച്ചു ചേരുന്നു. ആത്മാവ് അല്ലെങ്കിൽ വ്യക്തി നിത്യതയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരിക്കലും അവസാനിക്കാത്ത ഒരിടത്തേക്ക് ശാശ്വത ഭവനത്തിലേക്ക് പോകുന്നു. അതെവിടാകണമെന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ശരീരത്തിലിരിക്കുമ്പോഴാണ്. അക്കാര്യത്തെക്കുറിച്ചുള്ള കൃത്യമായ വിശദീകരണങ്ങളും ഈ ഭൂമിക്ക് വരുവാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും വളരെ കൃത്യമായി സവിസ്തരം വിശദീകരിച്ച അനന്തരം വിശുദ്ധ വെളിപ്പാട് പുസ്തകം കൊലോസ്യാൻ പോകുമ്പോൾ ഇങ്ങനെ പറയുന്നു: അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്തോട്ടെ. കണ്ടോ? അനീതി ചെയ്തവൻ അനീതി ചെയ്തോട്ടെ. അടുത്ത അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ. അടുത്ത് നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൻ ഇഷ്ടമുള്ളതുപോലെ മുമ്പിലേക്ക് പൊക്കോട്ടെ. അടുത്ത് ഇതാ ഞാൻ വേഗം വരുന്നു. സ്തോത്രം. നമുക്ക് ഏറ്റവും പ്രധാനമായി ദൈവമക്കൾക്കുള്ള സന്തോഷം ഇതാണ്: ഇതാ ഞാൻ വേഗം വരുന്നു. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അല്ലാതെ മറ്റാരും തന്നെ ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ കാത്തിരിക്കുന്നത് ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിന് വേണ്ടിയിട്ടാണ്. സ്തോത്രം. ഇനി ഇച്ചിരി കൂടി വായിച്ചാൽ ആ വേദഭാഗത്തെ ഒന്ന് ചെറുതായിട്ടൊന്ന് അനലൈസ് ചെയ്തിട്ട് ഞാൻ വിശദീകരണത്തിലേക്ക് പോകാം. വായിക്കാം പാസ്റ്ററെ. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഞാൻ അൽഫയും ഒമേഗയും, ഒന്നാമവനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. കണ്ടോ? അവിടെ കർത്താവ് പറയുന്നത് ഞാൻ ഒന്നാമനും ഒടുക്കത്തവനും, ഞാൻ ആദിയും അന്തവും, ഞാൻ ആൽഫയും ഒമേഗയും എന്ന് പറഞ്ഞാൽ ഞാനല്ലാതെ ഇവിടെ ആരുമില്ലെന്നാണ് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. ഇങ്ങനെയൊക്കെ പറയാൻ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയൂ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഈ ഭൂമിയിൽ ഒരുപാട് മിടുക്കന്മാർ വന്നിട്ട് പോയിട്ടുണ്ട്. ബുദ്ധനായിക്കോട്ടെ, ജൈനനായിക്കോട്ടെ, ബാക്കി ആരുടെയും പേര് തൽക്കാലം ഞാൻ ഉപയോഗിക്കുന്നില്ല. ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് മരിച്ചു പോയിട്ടുണ്ട്. ഇവരാരും ഞാൻ പോയിട്ട് പിന്നെ വരാമെന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ഒന്നാമത്തവനും ഒടുക്കത്തവനുമാണെന്നും പറഞ്ഞിട്ടില്ല, ഞാൻ സർവത്തിൻ്റെയും സർവ്വതുമാണെന്നും പറഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞിട്ടുള്ള ഒറ്റയാളേ ഉള്ളൂ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ. ആ യേശുക്രിസ്തുവിനെ വെറും പ്രവാചകനാക്കാൻ വേണ്ടി ആൾക്കാരെ നെട്ടോട്ടം ഓടുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. യേശുക്രിസ്തു ജീവിച്ചിരിക്കെ തന്നെ പരീശന്മാർ യേശുവിനെ പ്രവാചകനെന്ന് നാട്ടിലുടനീളം പരിചയപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ ആർത്തില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കും ഞാൻ കർത്താവാണ് എന്ന്. ഇന്ന് ലോകത്തിലെമ്പാടും എല്ലാ സമയത്തും ഒരുപോലെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഏകരക്ഷകൻ എന്ന്. ഞാൻ പ്രസംഗിച്ചിരിക്കുമ്പോൾ അടുത്ത രാജ്യക്കാർ തുടങ്ങും, അവരിയ്ക്കുമ്പോൾ അടുത്ത രാജ്യക്കാർ തുടങ്ങും. ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നു, പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്തോത്രം. ഇങ്ങനെ എല്ലാ സമയത്തും ഉലകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഉച്ചൈസ്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന്. സ്തോത്രം. അതുകൊണ്ട് എല്ലാവരും ചേർന്ന് യേശുവിനെ പ്രവാചകനാക്കാൻ നോക്കിയാലും, യേശു വെറും മനുഷ്യനാണെന്ന് പറയാൻ നോക്കിയാലും ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. തൽക്കാലത്തേക്ക് ഞാൻ ആ വിശദീകരണത്തിലേക്ക് എങ്ങും പോകാൻ മുതിരുന്നില്ല. എനിക്ക് മറ്റൊരു ഭാഗമാണ് സ്ട്രൈക്ക് ചെയ്യാൻ പരിശുദ്ധാത്മാവ് നിയോഗം തന്നിരിക്കുന്നത്. അപ്പോൾ നമ്പർ 1, ഈ പ്രവചനത്തിന് മുദ്ര ഇടണ്ട. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്നത് വേഗത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. നമ്പർ 2, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം, അല്ലേ? അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യാൻ, അഴുക്കാടുന്നവൻ അഴുക്കാടാൻ, വിശുദ്ധനെ വിശുദ്ധീകരിക്കാം, നീതിമാനും നീതി ചെയ്യാം. ഏറ്റവും ഒടുവിൽ പറയുന്നു, ഇതാ ഞാൻ വേഗം വരാൻ പോവുകയാണ്. എന്തിനാണ് വരുന്നത്? അവിടേക്ക് നമുക്ക് പിന്നെ കിടക്കാം. ഇനി 2 കാറ്റഗറി തിരിച്ച് സംസാരിക്കുകയാണ്. ആ കാറ്റഗറിയും കൂടി കേട്ടതിന് ശേഷം ഞാൻ ആ ഭാഗം വിടുകയാണ്. താഴോട്ട് വായിക്കാൻ യോസനെ. ജീവന്റെ വൃക്ഷത്തിൽ
തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങൾ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. സ്തോത്രം. അപ്പോൾ കർത്താവ് പറയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു. എന്തിനാ വരുന്നത്? ഓരോരുത്തൻ അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കൽ ഉണ്ട്. ഓരോരുത്തന് വാക്ക് പ്രധാനമാണ്. ഒരു ഏരിയക്ക് മൊത്തത്തിലല്ല, കേരള സ്റ്റേറ്റിന് മൊത്തത്തിലല്ല, സംഘടനകൾക്ക് സെപ്പറേറ്റ് അല്ല, അല്ലേ, കുടുംബക്കാർക്ക് സെപ്പറേറ്റ് അല്ല. Each and every one of us expected to stand before the judgment seat of God. കർത്താവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി നിൽക്കേണ്ടി വരും. അന്ന് നമുക്ക് ആരുടെയും തലയില് നമ്മുടെ കുഴപ്പം കൊണ്ട് വെച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഇവിടെ നമുക്ക് പറയാം, ഇന്ന ആൾ വിടാത്തോണ്ടാ ഞങ്ങൾ ദൈവസഭയിൽ പോകാത്തത്, ഇന്ന ആൾ പിടിച്ചു വെച്ചിരുന്നോണ്ടാ ഗുണം പിടിക്കാത്തത് എന്നൊക്കെ നമുക്ക് ന്യായം ഇവിടെ വെച്ച് പറയാം. പക്ഷേ ന്യായാസനത്തിന് മുമ്പിൽ നമുക്ക് ആരുടെയും തലയിൽ പ്രശ്നം വെച്ചു കൊടുത്തിട്ട് തലയൂരാൻ നമുക്കാവില്ല. നമ്മൾ ഓരോരുത്തരും ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. അതവിടെ പറയുന്നത്, ഓരോരുത്തൻ അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കൽ ഉണ്ട്. വാക്കൂടെ ഒന്നുകൂടി കേട്ടോണം. അവനവന്റെ പ്രവൃത്തിക്ക് തക്കത് എന്ന് വെച്ചാൽ നമ്മൾ ശരീരത്തിൽ ഇരുന്നപ്പോൾ ചെയ്ത പ്രവൃത്തിക്ക് തക്കവണ്ണം നമ്മൾ എല്ലാവരും ശരീരത്തിൽ നിന്നിറങ്ങുമ്പോൾ വാങ്ങേണ്ടി വരും. അക്കാര്യം മറന്നു പോകരുത്. കാര്യം ഇത്രയും ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ന്യായവിധിക്ക് ശേഷം രണ്ട് കാറ്റഗറി ആയി തിരിയും. അതിലൊന്നാണ് ഇപ്പൊ ദൈവദാസൻ 14-ാം വാക്യത്തിൽ വായിച്ചത്, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ പ്രവേശിക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്പർ 2, ഇത് ഭാഗ്യവാന്മാർ. നമ്പർ 2 അടുത്ത വായിക്കാം, 15-ാം വാക്യം. ശൂദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കും ചെയ്യുന്ന ഏവനും പുറത്തു തന്നെ. ഒരു വലിയ കാറ്റഗറിയെ പരിചയപ്പെടുത്തിയിട്ട് പറയുകയാണ്, ഈ ഗ്രൂപ്പിൽപ്പെട്ട സകലരും പുറത്തു തന്നെ. സ്തോത്രം. അപ്പോൾ ഒരു ഭാഗം വിശദീകരിച്ചിട്ട് പറയുകയാണ് അവർ ഭാഗ്യവാന്മാർ. അടുത്തൊരു ഗ്രൂപ്പിനെ വിശദീകരിച്ചിട്ട് പറയുന്നു അവർ പുറത്തു തന്നെ, അല്ലെങ്കിൽ അവർ തീയിൽ തന്നെ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ ഇതിൽ ഭാഗ്യാവസ്ഥയിൽ ചെന്നുപെടണമോ ഇതിൽ പുറത്ത് നരകത്തിൽ പോകണമോ എന്ന് തീരുമാനിക്കാനുള്ള അവസരമാണ് നമുക്ക് ഈ ഭൂമിയിൽ ഈ ശരീരത്തിൽ കിട്ടിയിട്ടുള്ളത്, അല്ലേ? നമ്മൾ IAS പഠിച്ച് രാജ്യം വിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ നീറ്റ് എഴുതി ഡോക്ടർ ആയില്ലേലും വലിയ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് ഇവിടെ നടക്കത്തുള്ളൂ, അല്ലേ? ഇതൊന്നും നമുക്ക് ഭയങ്കര നീളത്തിനൊന്നും കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, ഒരു ഭ്രാന്തൻ ഒരു 22 വയസ്സുകാരിയായ ഡോക്ടറെ കുത്തി വീഴ്ത്തി കളഞ്ഞു, അല്ലേ? എന്തെല്ലാം പ്രതീക്ഷയോടെ ആ കൊച്ചു പഠിച്ച് അത്രയും കുറഞ്ഞ പ്രായത്തിൽ എത്താൻ കഴിയുന്നുള്ള ഏറ്റവും ടോപ്പസ്റ്റ് പൊസിഷനിൽ അവൾ എത്തി. പക്ഷേ ഒരു ഭ്രാന്തന്റെ ആ കത്തിരിക്ക് മുമ്പിൽ ആ കുഞ്ഞ് മരിച്ചു വീഴേണ്ടതായി വന്നു, അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ അവസാനം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ, എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർ ആകുന്നതാണ് അന്ത്യാഭിലാഷം എന്ന് കരുതുന്നുവെങ്കിൽ അതൊന്നുമല്ല അന്ത്യാഭിലാഷം. അങ്ങനെ ഇവിടെ ഡോക്ടേഴ്സ് എല്ലാവരും ജീവിച്ചിരിപ്പൊന്നുമില്ല. എല്ലാവരും ഇവിടെ മരിച്ചേ മതിയാകൂ. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന പൊസിഷനിൽ ചെന്നെത്തുന്നതാണ് വലിയ കാര്യമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അമ്പേ പരാജയമാണ്. അത്രയും കാശ് മേടിച്ചുകൊണ്ട് വന്നിട്ട് കഴിക്കാനൊന്നും പറ്റില്ല. കാശൊക്കെ ഇച്ചിരി ഉണ്ടാകും, അല്ലേ? കാശ് ഇച്ചിരി ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും എല്ലാം കൂടി വരും, അല്ലേ? പിന്നെ തീറ്റ ഒന്നും നടക്കില്ല. പിന്നെ ആകെ തിന്നാൻ പറ്റുമെന്നുള്ളത് കുറച്ച് ഗുളികയാണ്, അല്ലേ? അങ്ങനെ തന്നെയാണ്. അതിനകത്ത് വേറെ സംശയമൊന്നും വേണ്ട. എല്ല് മുറിയെ പണിതാൽ പല്ല് മുറിയെ തിന്നാന്നൊക്കെ പറയുന്നത്, പല്ല് മുറിയെ ഗുളിക തിന്നാന്നല്ലാതെ വേറെ തീറ്റ ഒന്നും നടക്കുകയല്ല. നമ്മളൊക്കെ ഇവിടെ ഒരുപാട് ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ വലിയ ഒരുപാട് വീടുകളിൽ ഞങ്ങളൊക്കെ താമസിക്കുന്ന അവിടെ എല്ലാം ബോക്സിൽ ഗുളിക നിരത്തി വെച്ചിട്ടുണ്ട്, ഇഷ്ടംമാതിരി ഗുളിക. കപ്പലട്ടി കഴിക്കുന്ന പോലെയാണ് ആൾക്കാർ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വത്രം അത് തന്നെയാണ്. ലൈഫിന്റെ സെക്കൻഡ് റൗണ്ട് അങ്ങനെ തന്നെയാണ്. അതിൽ വലിയ ടെൻഷൻ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ ഒരുപാട് സുഖിക്കാം എന്നൊന്നും നമ്മൾ ആരും വെറുതെ കണക്ക് കൂട്ടി കൊതിയൂറി ഇരിക്കുകയൊന്നും വേണ്ട. ഈ ഭൂമിയിൽ വളരെ കുറച്ചു കാലേ നമുക്ക് നിൽക്കാനൊക്കൂ. നിങ്ങൾ വെറുതെ കണക്ക് കൂട്ടി നോക്കൂ. 2050 ആകുമ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സാകുമെന്ന്? 2050 ആകുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നല്ലൊരു ശതമാനം ഇവിടെ കാണില്ല. 2100 ആകുമ്പോൾ നിങ്ങൾക്ക് എത്ര വയസ്സാകും നിങ്ങളൊന്ന് കൂട്ടി നോക്കിയേ, അല്ലേ? ഇപ്പോൾ ഉള്ളതിൻ്റെ കൂടെ 77 വയസ്സുകൂടെ കൂട്ടണമെന്ന് തോന്നുന്നു, അല്ലേ? 77 വയസ്സുകൂടെ കൂട്ടുമ്പോൾ 2100 വയസ്സ് കിട്ടൂലെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലേ? ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മളിവിടെ മുഴു ലോകവും നേടിയാലോ എന്ന് പറയുമ്പോൾ നിലമ്പൂർ നേടിയാലോ എന്നൊന്നും ഞാൻ പറയാൻ തയ്യാറല്ല. നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുമുള്ള ഒരു 3-4 ഏക്കർ നിങ്ങൾ നേടിയാലും സ്തോത്രം, അല്ല മുഴു ലോകമൊന്നും നേടാൻ പറ്റുകയല്ല. നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലും കിട്ടാൻ പോകുന്നില്ലെന്നും അറിയാം. 2100 ആകുമ്പോൾ എന്ത് ചെയ്യും?
100 ഞാൻ ചുമ്മാ കൂട്ടി പറഞ്ഞാണ്. സ്തോത്രം. 2050 ആകുമ്പോൾ എന്ത് ചെയ്യുമെന്ന് നിങ്ങളൊന്ന് പറയൂ. ഒരു പരിപാടി നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് മുഴുവൻ മേടിക്കാൻ വേണ്ടി മനക്കോട്ട കെട്ടിയിരിക്കാതെ ഇവിടം വിട്ട് അക്കരയ്ക്ക് പോകാൻ നമ്മൾ മനക്കോട്ട കെട്ടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എത്രയും വേഗം നമ്മൾ ഇവിടം വിട്ട് പോകേണ്ടുന്നത് അത്യന്താപേക്ഷിതമാണ്. ഇവിടെ പൊതുവിൽ നാട്ടുകാർക്ക് സംശയം വരുന്നൊരു ചോദ്യം, യേശുക്രിസ്തു എന്തിനാണ് ഇനി വരുന്നത്? അപ്പോൾ അത് പറയണമെങ്കിൽ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് യേശു എന്തിനാണ് ആദ്യം വന്നത് എന്നുള്ളതാണ്. യേശുക്രിസ്തു 2 പ്രാവശ്യമാണ് വരുന്നത്. ഒന്ന്, യേശുക്രിസ്തു ആദ്യം വന്നേച്ച് പോയി, ഇനി ഒന്നുകൂടി യേശു വരും. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം ഒടുവിലത്തെ 2 വാക്യങ്ങൾ ഒന്ന് വായിച്ചേച്ച് ഞാൻ ആ ഭാഗം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം ഒടുവിലത്തെ 2 വാക്യം. കൃപ മൈക്കിൽ വായിച്ചോട്ടെ. പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ, ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ. ക്രിസ്തുവും അങ്ങനെ തന്നെ. കേട്ടോ, ആ വാക്കുകളെ ശ്രദ്ധിക്കുക. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ. കണ്ടോ, നിയമിച്ചിരിക്കയാൽ. ഇറ്റ്സ് എ പോയിന്റ്. കണ്ടോ, അതിൽ നിന്ന് മാറാൻ നമുക്കൊക്കില്ല. മരിക്കാതെ രക്ഷപ്പെടാൻ കഴിയുന്ന ആരും ഇവിടെ വന്നിട്ടില്ല എങ്കിൽ, എല്ലാവരും മരിച്ചേ തീരൂ എങ്കിൽ, ഒരിക്കൽ മരിക്കയും അതിനോട് ചേർന്ന് പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ, വായിക്കാം, ക്രിസ്തുവും അങ്ങനെ തന്നെ. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ, അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. കണ്ടോ, അനേകരുടെ പാപങ്ങളെ ചുമക്കാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. അപ്പോൾ യേശുക്രിസ്തു എന്തിനാണ് വരുന്നത് എന്ന് തൽക്കാലം ഇരിക്കട്ടെ. യേശു എന്തിനാണ് വന്നത് എന്ന് ഒറ്റ വാക്കിൽ ഓർപ്പിച്ചേച്ച് പറ്റുമെങ്കിൽ നാളെ വരുന്നത് എന്തിനാണെന്നും അതിന്റെ ബാക്കി വിശദീകരണങ്ങളും എന്നെ കൊണ്ട് ആകുമെന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കാം. 7-8 ദിവസം കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ്. 2 ദിവസം ബാക്കി ഒരു അകമ്പടി ഇല്ലാതെ സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. ഞാൻ സ്ക്രീനൊക്കെ ഇട്ട് കാണിച്ചാണ് പ്രസംഗിക്കുന്നത്. അതാകുമ്പോൾ എനിക്ക് വളരെ എളുപ്പമാണ്. സാധനം കാണിച്ച് പോയാൽ മതി. ഇതെല്ലാം ഞാൻ തന്നെ കണ്ണുരുട്ടി കാണിക്കണം, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. സ്തോത്രം. അപ്പോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, യേശു ആദ്യം ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എല്ലാ മനുഷ്യർക്കും മരണവും മരണത്തോട് ചേർന്ന് ന്യായവിധിയും നിയമിച്ചത് കൊണ്ട് മനുഷ്യനെ ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കാനും മനുഷ്യനെ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനുമാണ് യേശു അനേകരുടെ പാപങ്ങളെ ചുമക്കാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഇനി നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഒന്ന് പോകാം. ഉൽപ്പത്തി പുസ്തകത്തിൽ പോയച്ച് നമുക്ക് തിരിച്ചു വരാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അവിടെ കൂടെ വന്നാലേ ഇതിന്റെ വിശദീകരണങ്ങൾ നാട്ടുകാർക്ക് കൂടി മനസ്സിലാകത്തക്ക രീതിയിൽ എനിക്ക് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ലേക്ക് വരാം. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വജാതിന്മേലും ഭൂമിയിലിടുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഞാൻ വളരെ ചുരുക്കം കമ്പിവാചകം പറഞ്ഞ് യേശു വന്നതിന്റെ ഉദ്ദേശം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ദൈവമാണ് ഈ ഭൂമിയിൽ സകലത്തെയും സൃഷ്ടിച്ചത്. ഈ ഭൂമിയിൽ ഒന്നും തന്നെ പരിണമിച്ചുണ്ടായതല്ല. ഈ ഭൂമിയിൽ സകലതും അതത് തരം വിത്തുള്ള വൃക്ഷം, അതത് തരം അടുത്ത ജനറേഷനെ ഉൽപ്പാദിപ്പിക്കുന്ന പക്ഷികൾ, മൃഗങ്ങൾ എല്ലാം കർത്താവ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് കർത്താവ് ഉണ്ടാക്കിയതാണ്. ഈ ഭൂമിയെ കർത്താവ് ഒന്നുമില്ലായ്മയിൽ നിന്ന് വിളിച്ചു വരുത്തിയതാണ്. ശാസ്ത്രം പറയുന്നത് ഇതെല്ലാം പൊട്ടിത്തെറിച്ചുണ്ടായതാണെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ പൊട്ടിത്തെറിച്ചുണ്ടായതാണെന്ന് തെളിയിക്കാൻ നാളിതുവരെ അവർക്ക് കഴിഞ്ഞിട്ടില്ല, ഇനി ഒരിക്കലും കഴിയാനും പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു കാലത്തും അവർക്ക് ഈ ഭൂമിയുടെ അടിസ്ഥാനം കണ്ടുപിടിക്കാൻ കഴിയില്ല.
ശാസ്ത്രം ഇപ്പൊ പറയാണ് ഞങ്ങൾ ഇപ്പൊ കണ്ടുപിടിക്കും. ഒരിക്കലും കണ്ടുപിടിക്കില്ല. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വാസത്താൽ അറിയുന്നു. എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ലോകം, ദൃശ്യമായ ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കാണാനൊക്കുന്ന ഒന്നുകൊണ്ടല്ല. The cause of this visible world is not a visible one, that is invisible, that is the word of God. ദൈവത്തിന്റെ വചനമെന്ന കാണാൻ കഴിയാത്തൊന്നുകൊണ്ടാണ് കാണുന്ന ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നും അതുകൊണ്ട് ശാസ്ത്രത്തിനൊരിക്കലും ഈ ഭൂമിയുടെ അടിസ്ഥാനം കണ്ടുപിടിക്കാൻ സാധ്യമല്ലേ അല്ല. അവര് പൊട്ടിത്തെറിച്ചുണ്ടായതാണെന്ന് പറയുന്നു. വാലമ്മാക്രിയുടെ വാല് ചെറുതായിട്ടാണ് മനുഷ്യനുണ്ടായതെന്നും പിന്നീട് അവർ പറയുന്നുണ്ട്. സ്തോത്രം. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ പറഞ്ഞുകൊണ്ട് പോട്ടെ. അതിൻ്റെ പുറകെ പോകാനുള്ള തൽക്കാലം പിന്നെന്താ പറയുക, സമയം നമുക്കില്ലാത്തതുകൊണ്ട് അതിൻ്റെ പുറകെ പോകണ്ട. അവരെത്ര ജനറേഷൻ റിസ്ക് എടുത്താലും ഈ ഭൂമിയുടെ അടിസ്ഥാനം കണ്ടുപിടിക്കാൻ അവർക്ക് കഴിയില്ലാത്ത വിധം കർത്താവ് മാർമികമായി അതിനെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതിന് അടിസ്ഥാനമുണ്ടെന്ന് പലയിടത്ത് വേദപുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്നു. സമയക്കുറവ് കാരണം ഞാൻ ആ ഭാഗം ഒന്നും തൊടുന്നില്ല. എനിക്ക് പറയാനുള്ളത്, ഈ മുഴുലോകത്തെയും അതിലെ സർവ്വചരാചരങ്ങളെയും ദൈവം ഇല്ലായ്മയിൽ നിന്നും ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തിയിട്ട് ദൈവം ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവനെ ജീവനുള്ള ദേഹിയാക്കി തീർത്തു. അങ്ങനെയാണ് ഇവിടെയുള്ള എല്ലാ മനുഷ്യരും, മുസൽമാനായാലും ഹിന്ദു ആയാലും പാഴ്സി ആയാലും ജൈനനായാലും നിരീശ്വരവാദിയായാലും ആര് തന്നെയായാലും, സ്തോത്രം, അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ്. അവൻ കർത്താവിന്റെ സൃഷ്ടിയാണ്. അവനെ പോലെ ഒരെണ്ണം ഉണ്ടാക്കാൻ ശാസ്ത്രത്തിന് കഴിയില്ല. ക്ലോണിംഗ് ഇവിടെ വന്നു. ഇപ്പോൾ മുട്ട വിരിയിക്കുന്നത് പോലെ, ഹാച്ചറിയിൽ മുട്ട വിരിയിക്കുന്നത് പോലെ മനുഷ്യ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഇപ്പൊ ശാസ്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നതായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ വന്നിരുന്നു. ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. അവരുണ്ടാക്കിയാലും മനുഷ്യന്റെ ശരീരത്തിൽ നിന്നൊരു ഭാഗം എടുക്കാതെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. മനുഷ്യന്റെ ശരീരത്തിന്റെ ഭാഗം എടുത്തിട്ട് ഡെവലപ്പ് ചെയ്ത് കുഞ്ഞാക്കുന്നത് വലിയ സംഭവമൊന്നുമല്ല. ഒന്നുമില്ലായ്മയിൽ നിന്നൊരെണ്ണം ഉണ്ടാക്കാൻ ശാസ്ത്രത്തിന് കഴിയുമെങ്കിൽ നമുക്ക് അവരെ സമ്മതിക്കാം. ശാസ്ത്രം ഒരുപാട് നാളായി പറയുന്നു H2O ആണ് വാട്ടറിന്റെ രാസനാമം. എന്നാൽ കുറച്ച് വെള്ളം ഉണ്ടാക്കി തന്ന് നമ്മൾ കുടിക്കട്ടെ, നോക്കട്ടെ. സോദരൻ, അങ്ങനെ നമ്മൾ കുടിക്കൂല. ശാസ്ത്രം പറയുന്നത് കേട്ട് വെള്ളം കുടിച്ച് നമ്മൾ ചാവുകയല്ല. കർത്താവ് ആകാശത്തിലെ കിളിവാതിലോ ഭൂമിയുടെ ഉള്ളിലെ നീർച്ചാലുകളോ തുറന്നു തരാതെ നമ്മൾ വെള്ളം കുടിക്കുകയല്ല. സൂത്രം. അതുകൊണ്ട് ശാസ്ത്രം ഇതൊക്കെ സൂത്രത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കും, പരിപാടി ഒന്നും നടക്കുകയല്ല. ശാസ്ത്രജ്ഞന്മാർ ഒരുപാട് ഇരിപ്പുണ്ടല്ലോ. അവരാരെങ്കിലും ഇന്ന് വരെ ഭൂമി എവിടെയെങ്കിലും കുലുങ്ങുമെന്ന് തലേദിവസം പറഞ്ഞിട്ടുണ്ടോ? കുലുങ്ങിയതിന് ശേഷം പറയും ഇനിയും കുലുങ്ങുമെന്ന്. അത് ചുമ്മാ പറയുന്നതാണ്. കുലുങ്ങത്തുമില്ല അല്ലേ? മഴ പെയ്യുന്നതിനെ കുറിച്ച് പറയാറുണ്ടോ? സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. വിദേശത്തൊക്കെ ഇത്തിരി കറക്റ്റാണ് കേട്ടോ, അല്ലേ? വെളിയിലുള്ള രാജ്യങ്ങളിലൊക്കെ ഒരു അല്പം കറക്റ്റാണ് അവർ പറയുന്നത്, കുറച്ച് കറക്റ്റാണ്. നമ്മളിവിടെ പറയുന്നത് ചിലപ്പോൾ ഒത്തുന്നിരിക്കും. അതുകൊണ്ട് തന്നെ അവർ പറയും പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അവരുടെ പരുവത്തിന് പോട്ടെ, നമുക്ക് അവരുടെ പുറകെ പോകാൻ നേരമില്ല, അല്ലേ? ആ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യനെ പിടിച്ചുകൊണ്ട് പോയി ഹോസ്പിറ്റലിലാക്കി. ആ മനുഷ്യന്റെ നിലപാട് കണ്ടാൽ പോലും അയാൾ മാനസിക രോഗിയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ആംബിയർ പോലീസുകാരന് പോലും ഇല്ലാതെ പോയി. എന്തൊരു ഖേദകരമാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നത്തെ പത്രത്തിൽ കിടക്കുന്നു ഒരു ജഡ്ജിയെ കുത്തിയെന്ന്, ക്രിമിനൽ. അപ്പം നല്ല കൊള്ളാം. കേരളത്തിലെ മനുഷ്യർക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് ഉറപ്പാണ്. കാരണം ഒരു സൈഡിൽ കൂടെ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു, മറു സൈഡിൽ കൂടെ നികുതി ഭാരം വർദ്ധിക്കുന്നു, മറു സൈഡിൽ കൂടി വിലക്കയറ്റം വർദ്ധിക്കുന്നു. മനുഷ്യന് മുമ്പിലോട്ടും പിറകിലോട്ടും പോകാൻ പറ്റാത്ത രീതിക്ക് മനുഷ്യർ ഭ്രാന്തനായിരിക്കുന്നു. ഇനി ഇതേ നടക്കുള്ളൂ. തിരുവഴുത്തിൽ പറയുന്നത് ഭൂമിയിൽ സമാധാനം എടുത്തു കളയാൻ അവൻ അധികാരമുണ്ട്, അവന് വലിയ വാളും കിട്ടി. തമ്മിൽ കൊന്നുകളയുന്നൊരു നിലയിലേക്ക് കഥ മാറാൻ പോവുകയാണ്. അതിൻ്റെ തുടക്കമാണ് നല്ല സുന്ദര കേരളമായ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് അവകാശം പറഞ്ഞിരുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇതേ അവസ്ഥ മുമ്പിലോട്ട് പോയാൽ ഓരോ മാസവും അരിക്ക് 2 രൂപ വെച്ച് കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതേ അവസ്ഥ ഒരു 2 കൊല്ലം കൂടി മുമ്പിലോട്ട് പോയാൽ കിട്ടുന്നവനെയൊക്കെ വഴിയിൽ വെച്ച് കൊല്ലത്തക്ക നിലയിൽ മനുഷ്യന്റെ സ്വഭാവം മാറും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്കറിയാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 2 വാക്യം ഒന്ന് വായിക്കണം ദൈവാസനെ. ഇവരുടെ വിഷമം അങ്ങ് മാറാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരണം. ഒത്തിരി കാര്യം പറയാനുണ്ട്.
കുഞ്ഞാട് മുദ്രകൾ ഒന്ന് പൊട്ടിച്ചപ്പോൾ മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന 4 ജീവികളൊന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. ഒരു വെള്ളക്കുതിരയെ കണ്ടു എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ വരവിന് ശേഷം ഈ ഭൂമിയിൽ എല്ലാവർക്കും സമാധാനം തരാം എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ ഭരിക്കാൻ വരുന്ന ഒരു ഭരണാധികാരി, അയാൾ ആദ്യം വന്ന് കസേര കയറാൻ വരുന്നത് വെള്ളക്കുതിരപ്പുറത്താണ്. കേട്ടോ, വായിക്കേ. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. കയ്യിൽ വില്ലുണ്ട്. ആള് വില്ലനുമാണ്. അവനൊരു കിരീടം ലഭിച്ചു. ഒരു കിരീടം വെച്ചിട്ടുണ്ട്. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. പക്ഷെ ആള് ജയിച്ചവനല്ല. കിരീടം വച്ചിട്ടുണ്ട്. ആള് കയ്യിൽ വില്ല് വെച്ചിട്ടുണ്ട്. ഉടുപ്പ് വെള്ളയാണ് എന്ന് പറഞ്ഞാൽ സമാധാനം പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. പക്ഷെ കയ്യിൽ വില്ലുണ്ട്. തലയിൽ കിരീടം വച്ചിട്ടുണ്ട്. പക്ഷെ ആള് ജയിച്ചിട്ടില്ല. ചുരുക്കി പറഞ്ഞ ആള് ഭയങ്കര കള്ളനാണ്. ആള് സിംഹാസനത്തിൽ കയറും 1-ാം മുദ്ര പൊട്ടിക്കുമ്പോ. 2-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ ഒന്ന് വായിച്ചു. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. വായിക്കാം. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയുവാൻ അധികാരം ലഭിച്ചു. ഒരു വലിയ വാളും അവന് കിട്ടി. ആ സാധനം ഒന്നും വന്നിട്ടില്ല, വരാൻ പോകുന്നതേ ഉള്ളൂ. ഇതൊക്കെ വരുമ്പോ നമ്മൾ ഈ കാണുന്നത് പോലൊന്നും അല്ല. ഇപ്പം വാർത്തക്കാർ ഈ കാര്യത്തിന്റെ പുറകെ നടക്കും. കുത്തിയ കത്തി കാണിക്കാനും കുത്തിയ മുറിവ് കാണിക്കാനും ആ മരിച്ച വീട്ടിലെ കരച്ചിൽ കാണിക്കാനും മാധ്യമക്കാർ ചുറ്റി നടക്കും. രാഷ്ട്രീയക്കാരെല്ലാവരുടെയും വീട് കയറി ഇറങ്ങും. പക്ഷേ എല്ലാ മുക്കിലും മൂലയിലും ഇതുപോലെ കൊലപാതകം നടക്കുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. ആർക്കും തടുക്കുവാൻ കഴിയാത്ത ഒരു വലിയ ന്യായവിധി കർത്താവ് ഈ ഭൂമിക്ക് അഴിച്ചുവിടുവാൻ പോവുകയാണ്. അതിനു മുമ്പ് രക്ഷപ്പെട്ടുകൊള്ളുവാനാണ് കർത്താവ് തിരുവെഴുത്തിലൂടെ നമ്മളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമാധാനം എടുത്തു കളയുവാൻ അധികാരമുള്ളൊരുത്തൻ വരാൻ പോകുന്നു. ഇപ്പോഴത്തെ ഭരണാധികാരികളൊക്കെ അതിന്റെ സാമ്പിൾ കോപ്പികളാണ്. എന്ന് പറഞ്ഞാൽ ചെറിയ കൊട്ടൻ ചുക്കാലി തൈലക്കാരൻ വിൽക്കുമ്പോൾ ഇച്ചിരി കയ്യിലൊഴിച്ച് തരില്ലേ, തൂത്ത് തേച്ച് നോക്കാൻ പറഞ്ഞ് ആ തൂത്ത് തേച്ച് നോക്കാനുള്ള സാധനമാണ് ഇപ്പം നമ്മൾ തേച്ചുകൊണ്ടിരിക്കുന്നത്. ഒറിജിനൽ സാധനം വരാൻ പോകുന്നതേ ഉള്ളൂ. സ്തോത്രം. താഴ്ത്തു വായിക്കച്ചാ. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 3-ാം മുദ്ര. 1-ാം മുദ്രയിൽ കസേരപ്പുറത്ത് കള്ളൻ എത്തുന്നു. 2-ാം മുദ്രയിൽ അവൻ എത്തിയിട്ട് അവന്റെ പരിപാടി പൊളിറ്റിക്കല് സ്റ്റെബിലിറ്റി ഉണ്ടാക്കുന്നു. കൊല്ലേണ്ടവനെയൊക്കെ കൊല്ലുന്നു. 3-ാം മുദ്ര എക്കണോമിക് സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കേട്ടോ, വായിക്കച്ചാ. വരിക എന്ന് 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവൻ, അതിന്റെ പുറത്തിരിക്കുന്നവന് ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരുന്നു. അവൻ കയ്യിൽ ഒരു തുലാസ് പിടിച്ചിരിക്കുക. ഒരു പണത്തിന് 1 ഇടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. യവമായാലും ഗോതമ്പായാലും ഒരടിമയുടെ ഒരു ദിവസത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു വീട്ടിൽ 4 പേര് കൈവിടപ്പെട്ട് വീട്ടിൽ നിൽപ്പുണ്ടെങ്കിൽ ഒരടിമയുടെ ഒരു ദിവസത്തെ ഫുഡ് നിങ്ങൾക്ക് 4 പേർക്കും കൂടെ കിട്ടും. മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾ വിചാരിക്കും 4 കടയിൽ പോയി മേടിക്കാന്ന്. പരിപാടിയൊന്നും നടക്കുകയല്ല. ഈ കാണുന്ന കടകളൊക്കെ പൂട്ടിപ്പോകും. ഗവൺമെന്റ് സ്റ്റോറുകൾ വഴി മാത്രമേ സാധനം. കൊറോണ കാലം കുറച്ച് അനുഭവിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. അതിനേക്കാൾ വലിയ സാധനം വരാൻ പോവുകയാണ്. സ്വതന്ത്രം. ഒരു വീട്ടിൽ ഒരടിമയുടെ ഫുഡ് ഡെയിലി കിട്ടും. ആ ഫുഡ് വെച്ച് എങ്ങനെ ജീവിക്കും? ഒരു പണം എന്ന് പറഞ്ഞാൽ ഒരാളിന്റെ വേതനമാണ്. ബാങ്കിൽ കിടക്കുന്ന ഒരു പൈസയും എടുക്കാൻ പറ്റില്ല. ബാങ്ക് കംപ്ലീറ്റ് ഫ്രീസ് ആക്കും. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു കറൻസിയും ഉപയോഗിക്കാൻ അവർ അനുവദിക്കില്ല. വല്ലാത്ത കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ബാങ്കിൽ കാശ് കിടക്കുന്നതിന്റെ ധൈര്യത്തിൽ നിത്യജീവൻ പ്രാപിക്കാതെ ഗുണം പിടിക്കാതെ സ്വർഗത്തിൽ പോകാതെ നിന്ന് കളയരുത്. ഇവകളെല്ലാം മലം പോലെയാകുന്ന ദിവസം വരാൻ പോവുകയാണ്. ആർക്കും തടുക്കാൻ പറ്റാത്തത്, ഇവറ്റകളൊന്നും ഉപയോഗിക്കാൻ കഴിയാത്തത് മഹാൻ ന്യായവിധി ദൈവം ഈ ഭൂമിക്ക് ഒരുക്കി വച്ചിരിക്കുന്നു. സ്തോത്രം. ഓടിച്ചു വായിച്ചു വിട്ടേക്കച്ച. എന്നാൽ എണ്ണയ്ക്കും വീഞ്ഞിനും കേടുവരുത്തരുത് എന്ന് 4 ജീവികളുടെയും നടുവിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. എണ്ണയ്ക്കും വീഞ്ഞിനും അത് ആലയത്തിലേക്ക് ആവശ്യമുള്ളതായതുകൊണ്ട് അത് കേടുവരുത്തരുതെന്ന് പറഞ്ഞു. 4-ാമത്തെ ദൂതൻ കൂടി കേട്ടോളൂ. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോ വരിക എന്ന് 4-ാം ജീവി പറയുന്നു ഞാൻ കേട്ടു. ഇത് ഭൂമിക്ക് വരാനിരിക്കുന്ന ന്യായവിധിയാണ്. ഞാൻ അതിന്റെ ടോപ്പിക് അല്ലാത്തതുകൊണ്ടാണ് വിശദീകരിക്കാത്തത്. ജസ്റ്റ് ഒന്ന് കേട്ടോളൂ, നിങ്ങൾ വായിച്ചോളൂ. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. ഒരു പെയിൽ ഹോഴ്സ്, ഒരു വെള്ളറിയ കുതിര വരികയാണ്. വായിക്കാം. അതുമേൽ ഇരിക്കുന്നവന് മരണം എന്നു പേർ. എന്ത് സുന്ദരമായ പേരെന്ന് നോക്കൂ. അതിന്റെ പുറത്തിരിക്കുന്നവന്റെ പേര് തന്നെ മരണം എന്നാണ്. കൊറോണ വന്നപ്പോ നമ്മൾ കുറച്ചൊക്കെ കണ്ടതാണ് അല്ലേ? ഇത് കേട്ടോളൂ നിങ്ങൾ. വായിക്കാം. ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും കൊന്നുകളവാൻ ഭൂമിയുടെ കാലാംശത്തിന്മേൽ അധികാരം ലഭിച്ചു. ഭൂമിയിൽ 4/1 അധികാരം ലഭിച്ചു. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടാതെ
ഭൂമിയിൽ കിടക്കുന്ന മനുഷ്യരിൽ 1/4 കൊല്ലുന്നത് 4 ബാധയാണ്. സ്വത്രം. 1 വാള്. ഇപ്പൊ മിക്കവാറും എല്ലായിടത്തും വാളായി കഴിഞ്ഞു എന്ന് നിങ്ങൾക്കറിയാം. പാർട്ടി ഓഫീസുകളിലും മതസ്ഥാപനങ്ങളിലും എല്ലാം വാളായി കഴിഞ്ഞു എന്ന് നിങ്ങൾക്കറിയാം. വാള് പോയിട്ടൊരു ബ്ലൈഡ് പോലും ഉപയോഗിക്കാത്ത വർഗമുണ്ടെങ്കിൽ യേശുവിന്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ മാത്രമാണ്. താല്പര്യമെങ്കിലും ഒരു സ്വത്രം പറയാം. അത് നമ്മളെ ഒരു ബ്ലൈഡ് പോലും ഇല്ല. ഷേവിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അല്ല, നമ്മളൊരു രക്ഷയ്ക്കായിട്ടൊരു ബ്ലൈഡും കൊണ്ട് നടക്കാറില്ല. ഒരു കളരിപ്പയറ്റും നമ്മൾ പഠിക്കാറില്ല. ഒരു പരിപാടിക്ക് ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ ആകെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കർത്താവിനെ പോലെ ആകാൻ വേണ്ടിയാണ്. അതിനുള്ള പരിശീലനത്തിലാണ് ഞങ്ങൾ. ഞങ്ങളുടെ യൗവനക്കാരെ ആരെയും കളരിപ്പയറ്റ് പഠിപ്പിക്കുന്നില്ല. ആരെയും ഞങ്ങൾ അടിമുറ പഠിപ്പിക്കുന്നില്ല. ആരെയും ഉപദ്രവിക്കാൻ ഞങ്ങൾ പഠിപ്പിക്കുന്നില്ല. ഞങ്ങൾ പഠിക്കുന്നത് പ്രാവിനെ പോലെ നിഷ്കളങ്കരായി ഈ ഭൂമിയിൽ ജീവിക്കാനാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ശീലിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. സ്തോത്രം. ഇവിടെ പറഞ്ഞോ, 1-ാമത്തെ ബാധ വാൾ, 2-ാമത്തെ ബാധ ക്ഷാമം. ക്ഷാമം നമുക്കറിയാം. ഇപ്പൊ ഭയങ്കര ക്ഷാമമാണ്, നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അരിക്കൊക്കെ 50-60 രൂപയാണ് വില. നമ്മൾ അറിയാത്തതിന് കാരണം അല്ലേ, പുഴുക്കല്ലരി അങ്ങനത്തെ എങ്ങോട്ട് അരി 120 രൂപ 130 രൂപയാണ് അല്ലേ. നമ്മളിതൊന്നും അറിയാത്തതിന് കാരണം നമ്മുടെയൊക്കെ കയ്യിൽ കാശുള്ളതുകൊണ്ടാ അല്ലേ. പെട്രോളിന്റെ വില എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. സ്വതന്ത്രം. ഞങ്ങളൊക്കെ പണ്ട് ബൈക്ക് ഓടിക്കുന്ന സമയത്ത്, മേടിക്കുന്ന സമയത്ത് 16 രൂപയാണ് പെട്രോളിന്റെ വില അല്ലേ. ഇന്ന് നമുക്ക് എവിടെയാ പെട്രോളിന്റെ വില നിൽക്കുന്നത് നമുക്കറിയാം. സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഇത് വാസ്തവത്തിൽ ക്ഷാമമാണ്. നമ്മൾ അറിയാത്തതിന് കാരണം നമ്മുടെ കയ്യിൽ കാശുള്ളത് കൊണ്ടാ. അടുത്ത് കാശ് കട്ടാകുന്നൊരു സമയം വരും, താമസിയാതെ വരും. കാത്തിരുന്നോളൂ. നമുക്കൊക്കെ ഇപ്പോൾ ഇച്ചിരി കാശ് കൂടിപ്പോയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ കൈയടിക്കാനും സ്വത്രം പറയാനൊക്കെ ഒരു ചെറിയ മടുപ്പുണ്ട്. അത് മാറിക്കോളും താമസിയാതെ. സ്വത്രം. 1 വാള്, 2 ക്ഷാമം, 3 മഹാവ്യാധി. നമ്മൾ കൊറോണയിൽ ജസ്റ്റ് ഒന്ന് കണ്ടതാണ്. അതിനേക്കാളും ഉഗ്രൻ സാധനങ്ങൾ വരാനിരിക്കുന്നു. സ്തോത്രം. നമ്പർ 4 കാട്ടുമൃഗം. കണ്ടോ, ഗവൺമെന്റ് ഒരു കാട്ടുമൃഗത്തെയും കൊല്ലാൻ സമ്മതിക്കുന്നില്ല അല്ലേ. അരിക്കൊമ്പനെ വരെ പിടിച്ചവരെ ഒരു മൂലക്കോട്ട് വിട്ടിട്ട് ഇവിടെ കാത്തിരിക്കുകയാണ്. കാരണം ഇതിനെല്ലാത്തിനെയും കൊണ്ട് സാക്ഷാൽ ദൈവത്തിന് ആവശ്യമുണ്ട്. എന്തിനാവശ്യമുണ്ട്? ഭൂമിയിൽ 1/4 കൊല്ലാൻ ഇവകളെ കൊണ്ട് ആവശ്യമുണ്ട്. മാന്യ ദൈവമക്കളെ, കഥ നിങ്ങൾ അറിയാതെ ഇരിക്കരുത്. ഈ ഭൂമിക്ക് വേണ്ടി ദൈവം ഒരു ന്യായവിധി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ ഞാൻ നാളെ രാത്രിയിൽ ആ ഭാഗത്തേക്ക് കടക്കാം. ഇപ്പോൾ ഞാൻ തിരിച്ചു വരികയാണ്. ദൈവം ഈ ഭൂമിയെ മുഴുവൻ സൃഷ്ടിച്ചു. അതിൽ ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപത്തിൽ ദൈവം മനുഷ്യനെയും സൃഷ്ടിച്ചു. അടുത്ത് ദൈവം ചെയ്തത്, അതുകൊണ്ടാണ് മനുഷ്യന് മാത്രമേ ചിന്താശേഷിയുള്ളൂ, മനുഷ്യന് മാത്രമേ വിവരവും വിവേകവും ഉള്ളൂ. അതില്ലാതാകാനാണ് പിശാച് മനുഷ്യനെ കൊണ്ട് കള്ളു കുടിപ്പിക്കുന്നത്. അപ്പൊ മനുഷ്യന്റെ ബോധം നശിക്കും. ലഹരി ഉപയോഗിപ്പിക്കുന്നു, അപ്പൊ മനുഷ്യന്റെ ബുദ്ധി നശിക്കും. അതാണ് മനുഷ്യൻ കൊലപാതകം അതൊക്കെ ചെയ്യുന്നത്. കോമൺ സെൻസ് ഉള്ളവൻ, സുബോധമുള്ളവൻ ഇതൊന്നും ചെയ്യില്ല. അവന്റെ സുബോധം നശിപ്പിക്കുന്നതാണ് ഈ പറഞ്ഞ മയക്കുമരുന്നുകളും മദ്യവും എല്ലാം. ഇത് രാഷ്ട്രീയ പാർട്ടിക്കാർ മനുഷ്യന് കൊടുക്കും. കാരണം അവന്റെ സ്വബോധം അവനുണ്ടായിരുന്നാൽ ഇവരൊക്കെ പറയുന്നതിന്റെ പിറകെ കൊടി പിടിച്ചുകൊണ്ട് പിള്ളേര് പോകത്തില്ല. യൗവനക്കാർ ഇവർക്ക് വേണ്ടി കൊല്ലാനും കൊള്ളിവെക്കാനും നടക്കുകയല്ല. ഇവരെല്ലാം നടക്കുന്നതിന്റെ പിറകിലെ ചേതോവികാരം, അവരുടെ ബുദ്ധിയെ ഇവർ അബലമാക്കി കളയുന്നത് കൊണ്ടാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നേരുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത്, സുബോധത്തിലാണ് സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. 2-ാം അധ്യായം 16 വരാം. ഉൽപ്പത്തി തന്നെ 2-ാം അധ്യായം 16 വരാം. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചു എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള ഫലം തിന്നരുത്. ഒന്നുകൂടെ വായിച്ചാ. എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്. നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. തിന്നുന്ന നാളിൽ നീ മരിക്കും. തിന്നുന്ന നാളിൽ നീ മരിക്കും. വളരെ ശ്രദ്ധിച്ചിരിക്കണം. നാട്ടുകാർ കൂടി ചേർത്താണ് ഞാൻ പറയുന്നത്. ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചു, സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചു. കർത്താവ് ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപത്തിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. എന്നിട്ട് മനുഷ്യന് ദൈവം ഏദനിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യന് നിവസിക്കുവാൻ ദൈവം കൊടുത്തിരുന്ന ഒരു പ്രത്യേക ഏരിയ, ആ ഏരിയയിൽ കർത്താവ് മനുഷ്യനെ കൊണ്ടാക്കി. അവിടെ മനുഷ്യനെ കൊണ്ടാക്കിയിട്ട് കർത്താവ് മനുഷ്യനോട് പറയാം, നിനക്ക് സകല വൃക്ഷങ്ങളുടെയും ഫലം ഇഷ്ടം പോലെ തിന്നാം. കണ്ടോ, ഇഷ്ടം പോലെ നിനക്ക് തിന്നാം. അടുത്ത് പറയുകയാണ്,
തോട്ടത്തിന്റെ നടുവിൽ ഒരു വൃക്ഷം നിർത്തിയിട്ട് പറയുകയാണ്, ഈ വൃക്ഷത്തിന്റെ ഫലം മാത്രം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. മരണം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം വേർപാട് എന്നാണ്. വളരെ ശ്രദ്ധിച്ചിരിക്കണം. മരണം എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം വേർപാട് എന്നാണ്. ദൈവം അവിടെ മനുഷ്യനോട് പറഞ്ഞത്, സകല വൃക്ഷത്തിന്റെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, പക്ഷേ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നിനക്ക് തിന്നണമെങ്കിൽ തിന്നാം. എങ്ങനെ തിന്നാം? നിനക്ക് ഞാനും നീയുമായിട്ടുള്ള ബന്ധം വേണ്ട എങ്കിൽ നിനക്കത് തിന്നാം. അത് തിന്നുന്ന നാളിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം കട്ടാവും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം മനുഷ്യനു താല്പര്യമില്ലെങ്കിൽ അത് അവനെ കൊണ്ട് തന്നെ വിച്ഛേദിപ്പിക്കാൻ ദൈവം തോട്ടത്തിന്റെ നടുവിൽ നിർത്തിയതാണ് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം. എന്ന് വെച്ചാൽ ദൈവത്തിന് മനുഷ്യരോട് കൂടെ ഇരിക്കാനാണ് ഇഷ്ടം. ദൈവത്തിന് മനുഷ്യരുടെ ദൈവമായി, മനുഷ്യരുടെ പിതാവായിരിക്കാനാണ് ഇഷ്ടം. പക്ഷേ ആ ഇഷ്ടം മനുഷ്യനില്ലാതെ വന്നാൽ മനുഷ്യന് ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നാം. തിന്നുക വഴി ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കാം. എന്ന് പറഞ്ഞാൽ ദൈവവുമായുള്ള ബന്ധം വേണമോ വേണ്ടയോ എന്ന് മനുഷ്യന് തീരുമാനിക്കാൻ പൂർണ്ണാധികാരം മനുഷ്യന് കൊടുക്കാനാണ് തോട്ടത്തിന്റെ നടുവിൽ വൃക്ഷം വെച്ചത്. ഇപ്പോഴും ദൈവം അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും, ഞാനടക്കമുള്ള നമുക്കെല്ലാവർക്കും കർത്താവിനോടൊപ്പം ജീവിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സർവ്വ അവകാശവും നമുക്കാണ് തന്നിരിക്കുന്നത്. നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ നിത്യത, അല്ലാതെ കർത്താവ് അല്ല തീരുമാനിക്കുന്നത്. കർത്താവ് നമുക്ക് അവകാശം തന്നിരിക്കുകയാണ്. നമുക്ക് തിരഞ്ഞെടുക്കാം, സ്വർഗത്തിൽ പോകണമോ നരകത്തിൽ പോകണമോ. ഏദനിൽ ആദമിനുണ്ടായിരുന്ന അതേ ചോയ്സ് നമുക്കും കർത്താവ് വെച്ചിരിക്കുകയാണ്. അപ്പോ ശ്രദ്ധിക്കുക, മനുഷ്യന് ദൈവവുമായി ബന്ധം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടതിന് മനുഷ്യൻ അവസരം കൊടുത്തുകൊണ്ട് ഏദനിൽ കർത്താവ് വൃക്ഷം വെച്ചു. എന്താ സംഭവിച്ചത്? 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം. കമ്പിവാചകൻ ഞാൻ പറഞ്ഞ് ഈ കാര്യം വിശദീകരിക്കാതെ യേശു എന്തിനാണ് വന്നതെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കത് മനസ്സിലാവില്ല. നാട്ടുകാർക്ക് മാത്രമല്ല, ഇതിനകത്ത് കൂടിയിരിക്കുന്നതിൽ ചിലർക്കും അത് ആവശ്യമാണെന്ന് എനിക്കറിയാം. എനിവേ ലെറ്റ്സ് അത് നമുക്കത് കേട്ടു നോക്കാം. വായിക്കാം. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ ജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. വായിക്കാം. അത് സ്ത്രീയോട്, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെയും ഫലം നിങ്ങൾ തിന്നരുതെന്നും, തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെയെങ്കിലും ഫലം നിങ്ങൾ തിന്നരുത് എന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. വാസ്തവത്തിൽ ഈ പാമ്പല്ല ഇത് ചോദിക്കുന്നത്. പാമ്പ് ഒരു കാട്ടുജന്തുവാണ്. ആ പാമ്പിന്റെ ക്വാളിറ്റി അവിടെ പറയുന്നു, അവൻ കൗശലതയുള്ളതാണ്. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും അവൻ കൗശലതയുള്ളവയാണ്. അപ്പോൾ ഇവിടെ പിശാച് അവന്റെ ഈ കൗശല ബുദ്ധിയെ ഉപയോഗിക്കുകയാണ്. അങ്ങനെ സർപ്പത്തിലൂടെ സ്ത്രീയോട് സംസാരിക്കുകയാണ്. ഏതെങ്കിലും വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ടോ? വാസ്തവത്തിൽ കൽപ്പിച്ചിട്ടുണ്ട്. എന്തിനാ കൽപ്പിച്ചത്? ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കണമെങ്കിൽ വിച്ഛേദിച്ചോളാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു സാധനം നമുക്കിപ്പോൾ ഉണ്ടല്ലോ. ഡിവോഴ്സ് എന്തിനാണത് വെച്ചിരിക്കുന്നത്? ഒരാത്മഹത്യയോ ഒരു കൊലപാതകമോ ഒഴിവാക്കാൻ ഡിവോഴ്സ് ചെയ്യാം. ഞാൻ പറഞ്ഞ മനസ്സിലായി കാണും. ഒരുമിച്ച് ജീവിച്ചാൽ ഒരു ആത്മഹത്യ ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ആത്മഹത്യയേക്കാൾ നല്ലത് ഒരു ഡിവോഴ്സാണ്. ബൈബിൾ സ്ട്രോങ് ആയി പിടിക്കുന്നു, ഡിവോഴ്സ് ചെയ്താൽ പിന്നീട് കല്യാണം കഴിക്കരുത്. ഞാൻ പറഞ്ഞ മനസ്സിലാണ്ടോ? എന്നാൽ എന്നെ ഒരു സ്നേഹിതൻ എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, പുള്ളി ഒരു ദൈവാസനാണ്. അപ്പോൾ പുള്ളി വിദേശത്ത് ഇപ്പോൾ താമസിക്കുകയാണ്. അപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, പാസ്റ്ററെ എന്നെ ഇവിടെ ആൾക്കാർ പാസ്റ്ററാകാൻ നിർബന്ധിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താ കുഴപ്പം? പാസ്റ്ററായിട്ട് ഇവിടെയും പാസ്റ്ററായിരുന്നല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് പുള്ളി ഇങ്ങനെ ചവിട്ടി കളിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അപ്പോൾ എനിക്ക് പുള്ളിയുടെ പ്രൊഫൈൽ പിക്ചർ കണ്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നി. പുള്ളിക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഭാര്യയല്ല ആ കൂടെ ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. പിന്നെ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ അവിടെ കൊണ്ടുവന്ന് മുടിയൊക്കെ നീട്ടി വേറെ ഷേപ്പിലാക്കിയതായിരിക്കും എന്നും വിചാരിച്ചു. ഏതായാലും ഞാൻ ചോദിച്ചു, എന്താണ് സംഭവം? അപ്പോൾ പുള്ളി ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. എൻ്റെ ഭാര്യയെ എനിക്ക് ഉപേക്ഷിക്കേണ്ടതായി വന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അപ്പോൾ പറഞ്ഞു, അവൾ ഭയങ്കര പാപിയാണ്. പിന്നെ അവളുടെ വ്യഭിചാരത്തെക്കുറിച്ചും കുറ്റത്തെക്കുറിച്ചും ഒക്കെ പുള്ളി വിശദീകരിച്ചു. ഞാനതെല്ലാം കേട്ടിരുന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സഭയുടെ നേതാക്കന്മാർ, പിന്നെ ഒരുപാട് പേരുകൾ പറഞ്ഞു. അവരെല്ലാവരും ഈ കേസിൽ ഇടപെട്ടു. എന്നിട്ട് അവരെല്ലാവരും ഒരേ ശബ്ദത്തോടെ പറഞ്ഞു, ഇത് ഇനി ബ്രദർ വെച്ചുകൊണ്ടിരിക്കേണ്ട, വിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ അവരുടെ എല്ലാവരുടെയും പിന്നെ ഉപദേശപ്രകാരം ഞാൻ ഇവളെ ഡിവോഴ്സ് ചെയ്തു. അല്ലേ? ബൈബിളിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്.
എന്ന് പറഞ്ഞാൽ പരസംഗം നിമിത്തം ഭാര്യ ഉപേക്ഷിക്കാം. ഇനി ഒരു വാക്കൂടെ ശ്രദ്ധിക്കണം. യേശുക്രിസ്തുവിനോട് വന്ന ഉമാര് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നത് മോശ അങ്ങനെ എഴുതിയതിന്റെ കാരണം ഹൃദയകാഠിന്യം നിമിത്തമാണ്. അതിന്റെ അർത്ഥം ഹൃദയകാഠിന്യം ഇല്ലെങ്കിൽ ഭാര്യ അങ്ങനെ ഒരു പാപത്തിൽ വീണു പോയാലും അവളെ സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ പാപത്തിനുള്ള ഇതായിട്ട് പറയുകയല്ല, സൗകര്യമായിട്ട് പറയുകയല്ല. ഭാര്യയ്ക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിയാലും ഹൃദയകാഠിന്യം ഇല്ലാത്തവനാണെങ്കിൽ നീ സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. സ്തോത്രം. മോശ പറഞ്ഞു ആ പാപം ചെയ്താൽ ഡിവോഴ്സ് ചെയ്യാം, അതൊരു ഓപ്ഷനായി പറഞ്ഞു. യേശു പറയുമ്പോൾ പറയുന്നു അത് ഹൃദയകാഠിന്യം നിമിത്തമാണ് പറഞ്ഞത്. എത്രയോ ഭർത്താക്കന്മാർ ഈ പാപത്തിൽ വീണവരെ ഹൃദയകാഠിന്യം ഇല്ലാത്ത ഭാര്യമാർ ഇന്നും ചുമന്നുകൊണ്ട് നടക്കുന്നു. പിന്നെ തിരിച്ചെന്താ കുഴപ്പം? മൊത്തം ഒരു ശ്മശാന മൂകത ഉണ്ടല്ലേ. വെള്ളം ആർക്കെങ്കിലും വേണമെങ്കിൽ കൈവക്കി കാണിക്കണം, വോളണ്ടിയേഴ്സ് വെള്ളം കൊണ്ടുതരും. സ്വത്രം. നമുക്ക് അങ്ങനെയാണ്, പാലമിട്ടാൽ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരികയല്ല, അതൊരു പരുവം കെട്ട പരിപാടിയാണ്. സ്വത്രം. അപ്പോൾ അതൊരു ഗൗരവമായ ഡിവോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുള്ളി എൻ്റെ അടുത്ത് പറയുകയാണ് അങ്ങനെ ഞാൻ ഭാര്യയെ ഉപേക്ഷിച്ചു. ഭാര്യ ഉപേക്ഷിച്ചിട്ട് ഞാനിപ്പോൾ വേറെ രാജ്യത്താണ്. അവിടെ വന്നപ്പോൾ അവിടെ ഒരു കല്യാണം കഴിക്കേണ്ടതായി വന്നു, ഞാൻ വേറൊരു കല്യാണം കഴിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പുള്ളി ചോദിക്കുകയാണ് ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഞാൻ പറഞ്ഞു ഭാര്യയ്ക്ക് എന്തായിരുന്നു കുഴപ്പം? ഭാര്യയ്ക്ക് വ്യഭിചാരമായിരുന്നു കുഴപ്പം, പരസംഗമായിരുന്നു കുഴപ്പം. അതുകൊണ്ട് ഭാര്യയെ ഉപേക്ഷിച്ചു. എന്നിട്ട് ഇപ്പം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? സെയിം സാധനം തന്നെയാണ്. പരസംഗം നിമിത്തം വിശുദ്ധിക്ക് ഇയാളുടെ വിശുദ്ധിക്ക് കേടുവരുമെങ്കിൽ ഭാര്യ ഉപേക്ഷിക്കാം. ഹൃദയകാഠിന്യം ഉണ്ടെങ്കിൽ ഭാര്യ ഉപേക്ഷിക്കാം. പക്ഷെ ഇയാൾക്ക് വേറെ കല്യാണം കഴിക്കാൻ ഓപ്ഷനില്ല. ഇത് പരസംഗമാണെന്ന് പറഞ്ഞ് ഭാര്യയെ കളഞ്ഞിട്ട് വേറെ പെണ്ണ് കെട്ടി ഇയാൾ പരസംഗം ചെയ്ത് നടക്കുകയാണ്. എന്തിടപാടാണ്? സ്തോത്രം. മനപ്രയാസം ഗ്രൗണ്ടിൽ കുറച്ച് നിലനിൽക്കുന്നുണ്ട്, സാരമില്ല, കുറച്ച് മനപ്രയാസം നല്ലതാണ്. സ്തോത്രം. നമ്മളെപ്പോഴും അങ്ങനെ, നമ്മുടെ കാര്യം വരുമ്പോൾ അത് ബലഹീനത, മറ്റവൻ്റെ കാര്യം വരുമ്പം ഉപദേശം. അതങ്ങനെയൊന്നും കിടന്ന് റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. ലെറ്റ്സ് കം ഡൗൺ. ഇവിടെ ഈ ഡിവോഴ്സ് എന്ന ഓപ്ഷൻ കർത്താവ് വച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു കൊലപാതകമോ ഒരാത്മഹത്യയോ ഉറപ്പായി നടക്കുമെന്ന സാഹചര്യത്തിൽ നിത്യതയിൽ പോകാൻ ഇവർക്ക് കഴിയേണ്ടതിന് തൽക്കാലത്തേക്ക് ഭാര്യയും ഭർത്താവും വേർപിരിഞ്ഞിരിക്കാൻ ഒരു ഓപ്ഷനാണ് ഡിവോഴ്സ്. അതുപോലെയാണ് കർത്താവ് ഏദനിൽ വൃക്ഷം വച്ചിരുന്നത്. ദൈവം ഇവർക്കൊരു ഭാരമായി വന്നാൽ വൃക്ഷത്തിന്റെ ഫലം തിന്നാം, ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാം. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് മനുഷ്യൻ സ്വന്തമായിട്ടല്ല, അവന്റെ താല്പര്യപ്രകാരമല്ല വൃക്ഷഫലം തിന്നുന്നത്. പിശാച് സർപ്പത്തിലൂടെ ആന്റിയുമായി സംസാരിക്കുകയാണ്. ചോദ്യം, ഏതെങ്കിലും വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ടോ? മറുപടി രാജ. സ്ത്രീ പാമ്പിനോട് തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന്. കണ്ടോ, അത് കറക്റ്റാണ്, അവള് പറയുന്നത് കറക്റ്റാണ്. നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവവുമായി അകലാതിരിക്കേണ്ടതിന്, ദൈവവുമായുള്ള ബന്ധം ഡിറ്റാച്ച് ആകാതിരിക്കേണ്ടതിന് നിങ്ങൾ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. പിന്നെ ആന്റി പറഞ്ഞപ്പോ ഒരു പടി കയറ്റിപ്പിടിച്ചെന്നേ ഉള്ളൂ, തൊടുകയും അരുത്. ഉപദേശത്തിൽ ഒരു പടി കയറ്റിപ്പിടിച്ചപ്പോൾ പിശാചിന് മനസ്സിലായി ഈസി ആയിട്ട് താഴെ പോരും. നമുക്കറിയത്തില്ലേ, കട്ട ഉപദേശം പറയുന്ന ആൾക്കാരുണ്ട്. കട്ട എന്ന് പറഞ്ഞാൽ ഈ ഇതിൽ പറഞ്ഞിട്ടുള്ളതിൻ്റെ മേളിൽ കയറി പറയും. അത് പിശാചിന് ഉറപ്പാണ്, ഒരുപാട് നീളം ഇത് പോകില്ല. മനസ്സിലാകുന്നു എന്ന് പ്രത്യാശിക്കുന്നു. സ്വത്രം പറയാവോ? എല്ലാവരും കേട്ടോണ്ടിരിക്കുക തന്നെയാണ്. സ്വത്രം. നിങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ നിലമ്പൂർ ആൾക്കാരുടെ മൈൻഡ് എനിക്ക് വലുതായിട്ട് അറിയില്ല. ഞാനിങ്ങനെ എല്ലായിടത്തും കറങ്ങി പ്രസംഗിക്കാറുണ്ടെങ്കിലും നിങ്ങളുടെ ഇതെന്താണെന്ന് എനിക്കറിയില്ല. എനിവേ, ലെറ്റ്സ് കം ഡൗൺ. സീ, ഇവിടെ പറഞ്ഞോ. അപ്പോൾ സ്ത്രീ ഉറപ്പായിട്ട് പറഞ്ഞു ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന്, കർത്താവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടാതിരിക്കേണ്ടതിന് തിന്നരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി സാത്താന്റെ മറുപടി കേൾക്കൂ, വായിക്കാം. നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. മൂപ്പര് ഉറപ്പ് കൊടുത്തു, മരിക്കില്ലെന്നേ, നിശ്ചയം. മാത്രമല്ല, മരിക്കില്ലെന്ന് മാത്രമല്ല, അത് തിന്നുന്ന നാളിൽ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും. പിശാച് പറഞ്ഞതും കറക്റ്റാണ്. പിശാച് പറഞ്ഞത് കറക്റ്റാണ്. മരിക്കയില്ല നിശ്ചയം എന്ന് പറഞ്ഞത് തെറ്റാണ്. രണ്ടാമത് പറഞ്ഞത് കറക്റ്റാണ്. നിങ്ങൾ നന്മതിന്മകളെ അറിയുന്ന കാര്യത്തിൽ ദൈവത്തെ പോലെ ആവും. അത് ശരിയാണ്. അത് പിശാച് പറയുമ്പോൾ അങ്ങനെ പകുതി ശരിയും പകുതി കള്ളത്തരമായിരിക്കും. അതിന്റെ പ്രശ്നമുണ്ട്. സുതരം. അങ്ങനെ ദുരുപദേശരെല്ലാവരും വരുമ്പോൾ അവർ കൊണ്ട് അടിക്കുന്ന സാധനം അങ്ങനെ, ദൈവം ഏകനല്ലേ, പിന്നെങ്ങനെ ത്രിയേകം വന്നു? കണ്ട, അവന്റെ ആദ്യത്തെ ചോദ്യവും കറക്റ്റാണ്, രണ്ടാമത്തെ കളിയാണ്. അതുകൊണ്ട് അവന്റെ ഉദ്ദേശം ക്രിസ്തുവിന്റെ ക്രൂശിനെ മറിക്കുക എന്നുള്ളതാണ്. രക്ഷയെ മറിക്കുകയാണ് അവന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് അവൻ ദൈവം ഏകനെന്നും പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്നിട്ട് എവൻ കൊണ്ടൊന്ന് പ്രസന്റ് ചെയ്യുന്ന അവന്റെ ദൈവം അല്ല ഒറിജിനൽ ദൈവം. അവ എവിടെന്നോ കിട്ടി ഒരെണ്ണെടുത്തോട്ട് വന്നിരിക്കുകയാണ്. സ്വതന്ത്രം. ഇവിടെ കാര്യം വളരെ കൃത്യമായിട്ട് അറിയണം. ഇവിടെ
സർപ്പം വളരെ ബുദ്ധിയോടുകൂടി ഡയലോഗ് പറയുകയാണ്, മരിക്കയില്ല നിശ്ചയം, നീ ദൈവത്തെ പോലെ ആകും. നമുക്കറിയാം, അവൾ വൃക്ഷഫലം തിന്നു, അയാൾക്കും കൊടുത്തു. ഇവിടെ സംഭവിച്ചത് എന്താണ്? മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവത്തിൽ നിന്ന് അകലാൻ മനുഷ്യന് താല്പര്യമെങ്കിൽ അവന്റെ ഇഷ്ടപ്രകാരം കഴിക്കാൻ വേണ്ടി ദൈവം നിർത്തിക്കൊടുത്ത വൃക്ഷത്തിന്റെ ഫലം, ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ യാതൊരു താല്പര്യവുമില്ലാതെ തന്നെ പിശാച് അവനെ കൊണ്ട് തീറ്റിക്കുകയും അവനെ ദൈവത്തിൽ നിന്ന് മാറ്റിക്കളയുകയും ചെയ്തു. അവിടെയാണ് പൗലോസ് പറയുന്നത്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചു കളഞ്ഞു, അവനെ തെറ്റിച്ചു കളഞ്ഞു, അവനെ കബളിപ്പിച്ചു കളഞ്ഞു, അവനെ വശീകരിച്ചു കളഞ്ഞു. ദൈവവുമായിട്ടുള്ള ബന്ധം അവിടം മുതൽ മനുഷ്യന് കട്ടായി. ഇവിടെ ദൈവത്തിന്റെ രണ്ട് ക്വാളിറ്റി നമ്മൾ ഏദൻ തോട്ടത്തിൽ കാണുകയാണ്. ഞാൻ വിശദീകരണത്തിലൊന്നും പോകുന്നില്ല. ദൈവം വന്ന് ചോദിച്ചു, മനുഷ്യ നീ എവിടെ? മനുഷ്യൻ പറയാം, ഞാൻ ഇവിടെ ഒളിച്ചിരിക്കുക. ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നോ? അപ്പോഴെഴുന്നേറ്റ് പറ്റിപ്പോയി കർത്താവേ, ഞങ്ങളെ ഇവൻ ഇങ്ങനെ തീറ്റിച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അപ്പോഴ് പരിഹാരം ഉണ്ടായേനെ. ആ ഒറ്റ ഏറ്റുപറച്ചിൽ പരിഹാരം ഉണ്ടായേനെ. പക്ഷേ അവൻ നമ്മളെപ്പോലുള്ളവനായതുകൊണ്ട് അവൻ ശരിക്ക് ഉരുണ്ട് കളിച്ചു. അവൻ പറഞ്ഞു, നീ എന്നോടുകൂടെ ഇരിപ്പാൻ തന്ന ഇവള് തന്നു, ഞാൻ തിന്നു. അല്ലേ? നമ്മളും അങ്ങനെയാണ്. ആദ്യം ഭയങ്കര സ്നേഹമായിരിക്കും. പെണ്ണ് കാണാനൊക്കെ പോകുമ്പോൾ ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മൊബൈലിൻ്റെ ഫ്രണ്ടിൽ ഇട്ടുകൊണ്ട് നടക്കും, വാൾപേപ്പറായിട്ട് ഇട്ടുകൊണ്ട് നടക്കും, ഇടയ്ക്കിടയ്ക്ക് നോക്കാനും കാണാനും ഒക്കെ. അല്ലേ? ഭാര്യയെ പൊക്കി പറഞ്ഞുകൊണ്ട് നടക്കും. എപ്പോഴെങ്കിലും സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെടുത്ത് മാറ്റുകയും പൂച്ചയെ വല്ല എടുത്തിടുകയും. അല്ലേ? വിവാഹമൊക്കെ കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോൾ മിക്കവാറും സ്ക്രീനിൽ പൂച്ചയായിരിക്കാനാണ് സാധ്യത. ചിലർ പതുക്കെ മൊബൈൽ എടുത്ത് നോക്കുകയാണ്, പൂച്ച. സ്തോത്രം. അല്ലേ? പിന്നെയും ഭാര്യമാരെടുത്തത് വളരെ ചുരുക്കം ആൾക്കാരാണ്. പിന്നെ ഭാര്യമാർ മൊബൈൽ വാങ്ങിച്ചു തന്നിട്ടുള്ളവർ ഇടാറുണ്ട്. അല്ലേ? സ്തോത്രം. അത് വേറെ, അതതിൻ്റെ ഒഴിക്കോട്ടെ, നമുക്ക് തിരിച്ചു തരാം. അപ്പോൾ ഇയാൾ കൃത്യമായിട്ട് തള്ളി പറഞ്ഞു, നീ എന്നോടുകൂടെ ഇരിപ്പാൻ തന്ന എവള് തന്നു തിന്നു. ഈ കേസിൽ 1-ാം പ്രതി നീയാണ്, 2-ാം പ്രതി എവളാണ്, ഞാൻ പാവമാണ്. കണ്ട, അതാണ് ബുദ്ധിയുള്ള പുരുഷന്റെ പ്രത്യേകത. സ്തോത്രം. അയാൾ മാറി അവളുടെ തല വെച്ച് കൊടുത്തു. കർത്താവ് ചോദിച്ചു, നീ ഇത് ചെയ്തോ? അവൾ പറഞ്ഞു, ഞാൻ അവിടെ നിന്നപ്പം പാമ്പ് ഇതിലെ കൂടെ വന്നപ്പം അവൾ അവിടെ കൂടെ കയറി. അല്ലേ? അവളും പതുക്കെ തലയൂരി. കർത്താവ് സർപ്പത്തെ നോക്കിയിട്ട് പറഞ്ഞു, നീ സകല കാട്ടുജന്തുക്കളിലും വെച്ച് ശാപിക്കപ്പെട്ടിരിക്കും. അവനെ ശാപിച്ചു. അടുത്ത സ്ത്രീയെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ ജീവിതം മുഴുവൻ കഷ്ടം പിടിച്ചതായിരിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും. അവൻ നിന്നെ ഭരിക്കും. ദൈവം കൊടുത്ത ശാപമാണ്. ഇപ്പൊ അതൊക്കെ മാറി, ഇപ്പൊ തിരിച്ച് ഭരണം തുടങ്ങിയിരിക്കുകയാണ്. പാമ്പ് പാവം പിടിച്ചത് ഇന്നും ഉരസുകൊണ്ട് തന്നെ ഗമിക്കുന്നുണ്ട്, ഇന്നും പൊടിതത് തന്നെ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ രീതി മാറി. അല്ലേ? അവൻ ഭരിക്കുമെന്നൊക്കെ പറഞ്ഞത് മാറി. ഇരമ്യാ പ്രവചനത്തിൽ പറഞ്ഞ പോലെ ദേശത്തിൽ പുതുമ സൃഷ്ടിച്ചിരിക്കുന്നു. സ്ത്രീ പുരുഷനെ ചുറ്റി പരിപാലിക്കുന്നു. അല്ലേ? പുരുഷൻ ഇപ്പോൾ പ്രഷർ കുക്കറിന്റെ വിസിലെണ്ണി വീട്ടിലിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതെ, അയാൾക്ക് ദൈവം കൊടുത്ത ശാപം വിയർത്ത് പണിയെടുക്കണമെന്നാ. ഞാൻ വിയർക്കുന്നുണ്ടോ? ഇതുപോലെ വിയർക്കാനാ പുരുഷന് കൊടുത്ത പണി. പക്ഷെ ഇവൻ വിയർക്കാതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിസിൽ വെണ്ണി ഇരിക്കുകയാണ്. പിന്നെ തുണിയെടുത്ത് വെളിയിൽ വിരിക്കുക, പിന്നെ മെഷീനിലിട്ട് കൊടുക്കുക. ഇതാണ് ഇപ്പോൾ പുള്ളിയുടെ പണി. സുതരം. ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ പോയി കാണുന്നുണ്ട്. പുള്ളിക്ക് വേറെ പണിയൊന്നുമില്ല, ഇതാണ് പണി. പിന്നെ കൂടി വന്നാൽ പുള്ളിക്കാരെ കൊണ്ടുവിടുക, തിരിച്ചു വിളിച്ചുകൊണ്ട് വരിക. സിമ്പിൾ പണിയാണ്. വിയർക്കുകയും വേണ്ട, ഒന്നും ചെയ്യണ്ട. സ്വതന്ത്രം. അതൊക്കെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച പുതിയ പരിപാടികളാണ്. അതിന് കമ്പനിയുമായി യാതൊരു ബന്ധവുമില്ല. അത് അതിൻ്റെ വഴിക്ക് പോട്ടെ. ഞാൻ ആ പരിപാടിയിലേക്ക് പോകുന്നില്ല. 2 ദിവസം ആയതുകൊണ്ട് ഞാൻ കുത്തിപ്പൊളിച്ചാൽ കുത്തി കെട്ടാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ കുത്തിപ്പൊളിക്കാതെ പുറത്തൂടെ തടവി പോകുന്നത്. സ്വതന്ത്രം. അപ്പോൾ സ്ത്രീക്ക് കൃത്യമായ ശാപം കർത്താവ് കൊടുത്തു. ആ ഒരു ശാപത്തിൽ നിന്നും സ്ത്രീക്ക് കയറാൻ പറ്റത്തില്ല. സ്വതന്ത്രം. പുരുഷന് കർത്താവ് ശാപം കൊടുത്തു. നീ സ്ത്രീയുടെ വാക്ക് കേട്ടതുകൊണ്ട്, തിന്നരുതെന്ന് പറഞ്ഞത് തിന്നതുകൊണ്ട്, എന്നിൽ നിന്നും നിങ്ങൾ വേർപെട്ടു പോയത് കൊണ്ട്, നീ നിന്റെ പെട്ടി കയറുന്നത് വരെ മുഖത്തെ വിയർപ്പ് കൊണ്ട് ജീവിക്കണം. പെട്ടി കയറുന്നത് വരെ കഷ്ടപ്പെടുന്നതാണ് പുരുഷന് കിട്ടിയ പണി. അവന് വിയർക്കാൻ വയ്യ. അവൻ ഇപ്പോൾ സ്ത്രീയുടെ പോലും അടിമയാണ്. വിയർക്കാൻ മനസ്സുള്ളവൻ ആരുടെയും അടിമയല്ല. വിയർക്കാൻ മനസ്സില്ലാത്തവൻ ഭാര്യയുടെ അടിമയാവും, അമ്മായിയപ്പൻ്റെ അടിമയാവും. സ്തോത്രം. റബ്ബർ ഷീറ്റോ ഒട്ടുപറയൊക്കെ കിട്ടണമെങ്കിൽ അടിമയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയേ പറ്റത്തുള്ളൂ. സ്തോത്രത്തിൽ ജാഗരിച്ചിരിക്കുക. 1/2 മണിക്കൂറിനുള്ളിൽ ഞാൻ അവസാനിപ്പിക്കുന്നതാണ്.
അപ്പോൾ ദൈവത്തോടുള്ള ബന്ധം സ്ഥാപിച്ച് ദൈവം സൃഷ്ടിച്ച് തോട്ടത്തിലാക്കിയിരുന്ന മനുഷ്യൻ പിശാച് സർപ്പത്തിലൂടെ വന്ന് മനുഷ്യനെ കബളിപ്പിക്കുകയും ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ പാകത്തിന് പാപം ചെയ്യുകയും ചെയ്തു. ഇതാണ് ഏകന്റെ ലംഘനം. വാസ്തവത്തിൽ ലംഘനം ചെയ്തത് സ്ത്രീയാണെങ്കിലും ലംഘനം വന്നത് ആദമിന്റെ പേരിലാണ്. ആദം പാപം ചെയ്തു, ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവത്തിന്റെ രണ്ട് പ്രത്യേകതകൾ, രണ്ട് സ്വഭാവ സവിശേഷത നമുക്ക് അവിടെ കാണാം. കർത്താവ് 3 പേർക്കും ഓരോ ശാപം കൊടുത്തിട്ട് സ്നേഹനിധിയായ ദൈവം മനുഷ്യന് ഒരു തോല് കൊണ്ട് ഒരു ഉടുപ്പ് ഉടുത്ത്, എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആടിനെ യാഗമാക്കി എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒരു ആടിനെ യാഗമാക്കി അതിന്റെ തോലെടുത്ത് ദൈവം മനുഷ്യനെ ഉടുപ്പിച്ചിട്ട് നീതിമാനായ ദൈവം അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. കണ്ടോ, ദൈവം നീതിമാനായതുകൊണ്ട് പാപം ചെയ്തവനെ തോട്ടത്തിൽ നിർത്താൻ പറ്റില്ല. ദൈവം സ്നേഹവാനായതുകൊണ്ട് തോട്ടത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ തുണി ഉടുക്കാതെ പുറത്താക്കാൻ പറ്റത്തില്ല. പിശാചവനെ നഗ്നനാക്കി മാറ്റിയെങ്കിലും ദൈവം അവനെ ആദ്യമായി അങ്കി ഉടുപ്പിച്ച് അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. പിന്നീട് ആ മനുഷ്യന്റെ അടുക്കലേക്ക് ദൈവം വരാൻ നടത്തുന്ന ശ്രമമാണ് നമ്മൾ വേദപുസ്തകത്തിലുടനീളം കാണുന്ന പരിപാടി. ദൈവത്തെ വിട്ട് അന്യപ്പെട്ടു പോയ മനുഷ്യനെ തൽക്കാലത്തേക്കൊരാടിന്റെ തോലുടുപ്പിച്ച് ദൈവം പുറത്തു നിർത്തി അവനെ ദൈവത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ ദൈവം പലവട്ടം പല ശ്രമങ്ങൾ നടത്തി. അതിലൊന്നാണ് അവരുടെ തിരഞ്ഞെടുപ്പ്. 2, ആ ജനത്തിന്റെ അടുക്കലേക്ക് ഇറങ്ങിപ്പോകുവാൻ ദൈവം ശ്രമിക്കുന്നു. 1, സമാഗമന കൂടാരം ഉണ്ടാക്കിച്ചു നോക്കി. 2, ദൈവാലയം ഉണ്ടാക്കിച്ചു നോക്കി. ശലോമോനെ കൊണ്ട് ദൈവാലയം ഉണ്ടാക്കിച്ചു. BC 900-ങ്ങളിൽ ശലോമോൻ ദൈവാലയം പണിതു കൊടുത്തു. പക്ഷേ ആ ദൈവാലയത്തിൽ കർത്താവ് വച്ച ഉടമ്പടി പ്രകാരം ജനത്തിന് നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ 606-ൽ നെബൂഖദ്നേസറിനെ കൊണ്ട് പൊളിപ്പിക്കേണ്ടി വന്നു. പിന്നീടും അവരുമായിട്ടൊരു ഉടമ്പടി ഉണ്ടാക്കിക്കൊണ്ട് 444-ൽ അതിനെ പിന്നെയും പുതുക്കി പണിതു. പിന്നെയും അവർ അന്ത പാപത്തിലേക്ക് പോയി. 168 BC-യിൽ പിന്നെയും അവർ ദൈവാലയത്തെ അശുദ്ധമാക്കി. പിന്നെയും ഹെരോദാവിന്റെ കാലത്ത് സ്തോത്രം ആ ദൈവാലയം പുതുക്കി പണിയുകയുണ്ടായി. ആ ദൈവാലയം പുതുക്കി പണിതു. ആ ദൈവാലയം ഇരിക്കുന്ന സമയത്താണ് കർത്താവായ യേശുക്രിസ്തു ഇസ്രായേലിന് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. ആ യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ജനത്തെ ദൈവത്തിന്റെ അടുക്കലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയാണ്. ആദ്യത്തെ പദ്ധതി ലോകത്തിലെ സകല ജനത്തെയും ദൈവത്തിന്റെ അടുക്കൽ അടുപ്പിക്കുക എന്നുള്ളതല്ല, ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെയെങ്കിലും ദൈവത്തിന്റെ അടുക്കലേക്ക് അടുപ്പിക്കുക എന്നതായിരുന്നു പദ്ധതി. പക്ഷേ ആ പദ്ധതിയും പാളിപ്പോവുകയാണ് ഉണ്ടായത്. അതിനോട് ചേർന്നുള്ള ചില പ്രവചന ഭാഗങ്ങൾ 2-3 വാക്യങ്ങൾ ഞാനൊന്ന് ജസ്റ്റ് വായിച്ച് തന്നേച്ച് നമ്മുടെ പുതിയ നിയമത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്. യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യം ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യം. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും, കന്യ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. ഇസ്രായേലിനോട് പറയുകയാണ്, കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും. നിങ്ങളെ വീണ്ടെടുത്ത് നിങ്ങളെ സ്വന്തം ജനമാക്കുവാൻ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അവനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥം. സ്തോത്രം. കണ്ടോ, ദൈവം ഇസ്രായേലിന്റെ കൂടെ വരാൻ വേണ്ടി ഇമ്മാനുവേലായി കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കത്തക്ക നിലയിൽ ഒരു ക്രമീകരണം ഉണ്ടാക്കി. ഇന്ന് പല ഗ്രന്ഥങ്ങളിലും അങ്ങനെ പറയുന്നുണ്ട്, കന്യക ഗർഭിണിയായി മകൻ ജനിച്ചു, പക്ഷെ അത് പ്രവാചകനാണെന്നാ പറയുന്നേ. ഇവിടെ പറയുന്നത് കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അവരുടെ കിതാബിലുള്ള പാർട്ടി വേറെ പാർട്ടിയാണ്, നസറേയനായ യേശുക്രിസ്തു അല്ല. സ്വതന്ത്രം, അത് വേറെ ആളാണ്. ഇതിനോട് സാമ്യമുണ്ടെന്നേ ഉള്ളൂ. 2000-ന്റെ ഒറിജിനൽ നോട്ടും കിട്ടും, നിലമ്പൂരിലെ കള്ളനോട്ടും കിട്ടും അല്ലേ. 1000-ന്റെ കള്ളനോട്ടിന് കിട്ടാൻ സാധ്യതയില്ല, കാരണം ഒറിജിനൽ അടച്ചു പോയത് കൊണ്ട് ഇനി കിട്ടാൻ സാധ്യതയില്ല. ഉണ്ടെങ്കിൽ തന്നെ വെളിയിൽ ഇറക്കാൻ പറ്റുകയില്ല. സ്തോത്രം. ഇവിടെ യേശുക്രിസ്തുവിന്റെ പേരിൽ ഒരുപാട് കള്ളനോട്ടുകൾ നാട്ടിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അവകൾക്ക് ക്രിസ്തുവുമായി യാതൊരു ബന്ധവുമില്ല. സ്തോത്രം. ഇനി താഴേക്ക് വരാം, വായിക്കാം.
സോറി 9-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് വരാം. 9-ാം അധ്യായം 6-ാം വാക്യം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. ഇനി വരുന്ന മകന്റെ തോളിൽ ആധിപത്യം ഇരിക്കും. അവൻ അത്ഭുത മന്ത്രി. കണ്ടോ, യേശുവിനെ കുറിച്ച് പറയുക, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, വീരനാം ദൈവം, നിത്യപിതാവ്, നിത്യപിതാവ്, സമാധാന പ്രഭു, സമാധാന പ്രഭു. കണ്ടോ, അവനെ കുറിച്ച് പറഞ്ഞെന്താണ്? അവൻ വീരനാം ദൈവം എന്നാ പറഞ്ഞേ. ചുമ്മാ പ്രവാചകൻ എന്നല്ല പറഞ്ഞേ. യേശുക്രിസ്തു വീരനായ ദൈവമാണ്. സ്തോത്രം. ഇപ്പൊ കാര്യങ്ങൾ വിശദീകരിച്ച് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി 11-ാം അധ്യായം 1-ാം വാക്യം കൂടി വായിക്കാം. 11-ാം അധ്യായം 1-ാം വാക്യം. എന്നാൽ ഈശായിയുടെ കുറ്റിയിൽ നിന്ന്, ഈശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, ഒരു മുള പൊട്ടി പുറപ്പെടും. അവന്റെ വേരിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവന്റെ വേരിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവന്റെ മേലെ യഹോവയുടെ ആത്മാവ് ആവസിക്കും. വായിക്കാം. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. അവന്റെ പ്രബോധം യഹോവ ഭക്തിയിലായിരിക്കും. മതി, അവന്റെ രാജത്വത്തിന് അവസാനമുണ്ടാകുകയില്ല. സി, ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്കിന്റെ അർത്ഥം, ഈശായിയുടെ കുറ്റിയിൽ നിന്ന്, ദാവീദിന്റെ തലമുറയിൽ നിന്ന് ഒരുവൻ ജനിക്കാൻ പോവുകയാണ്. ഞാൻ എന്തിനാ ഈ പ്രവചന ഭാഗങ്ങൾ എടുത്തതെന്ന് ചോദിച്ചാൽ, പഴയ നിയമം 600, 700, 800 കൊല്ലങ്ങളുടെ പുറകിൽ പ്രവചനങ്ങളുടെ നിവർത്തിയായിട്ടാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. സ്തോത്രം. യേശുക്രിസ്തു ഇതാ വേഗം വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോയി. എന്തിനാ യേശു ആദ്യം വന്നതെന്നാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവം മനുഷ്യനെ ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു, ഏദൻ തോട്ടത്തിലാക്കി വെച്ചു. അവൻ പാപത്തിലേക്ക് വീണുപോയി. അവനെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമമായി കർത്താവ് പല പദ്ധതികൾ പഴയ നിയമത്തിൽ നടത്തി, യാഗങ്ങൾ നടത്തി നോക്കി. അവകൾ കൊണ്ടൊന്നും നടക്കാതെ വരുമ്പോൾ ദൈവം തന്നെ പറയുന്നു വരാൻ പോകുന്ന യേശുവിനെ കുറിച്ച്. സ്തോത്രം. പഴയ നിയമ പ്രവചനങ്ങൾ പറയുന്നതനുസരിച്ച് യേശുക്രിസ്തു എത്തിയിരിക്കുന്നു. ലൂക്കോസ് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം, സ്തോത്രം, 26 മുതൽ 1-2 വാക്യങ്ങളൊന്ന് വായിക്കാം. 26 മുതൽ. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രേത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗൃഹത്തിലുള്ള യോസഫ് എന്നൊരു പുരുഷന് വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യകയുടെ അടുക്കൽ അയച്ചു. വായിക്കാം. ആ കന്യകയുടെ പേർ മറിയ എന്ന് ആയിരുന്നു. ആ കന്യകയുടെ പേർ മറിയ എന്ന് ആയിരുന്നു. ദൂതൻ, ഇവിടെ ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നത്, ഈ മറിയയെ പോലെ അവിടെ ഒരുപാട് സ്ത്രീകൾ യേശുക്രിസ്തുവിനെ ഗർഭം ധരിക്കാൻ വേണ്ടി തയ്യാറായി അവിടെ പള്ളിയിൽ പോയി താമസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിലൊരു പെണ്ണല്ല ഈ പെണ്ണ്. ഈ പെണ്ണിനെ കുറിച്ച് പറയുന്നത്, ഈ സ്ത്രീ ജോസഫിന് വിവാഹ നിശ്ചയം ചെയ്തയാളാണ്, അല്ലേ? മറ്റത് വിവാഹ നിശ്ചയം ചെയ്യത്തില്ല. കാരണം കന്യക ഗർഭിണിയായി പ്രസവിക്കാൻ കാത്തിരിക്കുന്ന ആൾ എങ്ങനെയാണ് വിവാഹ നിശ്ചയം ചെയ്യുന്നത്? വിവാഹ നിശ്ചയം ചെയ്യില്ല. അപ്പോൾ ഇവരുടെ വേറൊരു ഗ്രന്ഥത്തിൽ പറയുന്നത്, വിവാഹ നിശ്ചയം ചെയ്തു എന്നല്ല, യേശുക്രിസ്തുവിന് ജന്മം നൽകാൻ വേണ്ടി കുറേ സ്ത്രീകൾ, കുറേ കന്യകമാർ അവിടെ ആലയത്തിൽ താമസിച്ചിരുന്നുവെന്ന്. അതൊക്കെ അവരുടെ കിതാബിൽ പറയുന്ന നുണക്കഥകളാണ്. ഇവകൾക്ക് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ല. ഇവിടെ യേശുക്രിസ്തുവിന് ജന്മം നൽകുവാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഗർഭപാത്രത്തിന്റെ ഉടമയായ മറിയ ജോസഫിന് വിവാഹ നിശ്ചയം ചെയ്തിരുന്ന സ്ത്രീയാണ്. സ്തോത്രം. ഇനി കേട്ടോളൂ, വായിക്കാം. അവളുടെ അടുക്കൽ അകത്തു ചെന്ന്, ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, നിനക്ക് വന്ദനം. ഈ മറിയത്തിന് കൃപ ലഭിച്ചതാണ്. മറിയ ദൈവവുമല്ല, മറിയ ദൈവമാതാവുമല്ല. വളരെ ശ്രദ്ധിക്കണം, മറിയ ദൈവമാതാവേ അല്ല. സ്വതന്ത്രം. ഭൂമിയിലേക്ക് യേശുവിന് വരുവാൻ മറിയത്തിന്റെ ഗർഭപാത്രം തിരഞ്ഞെടുത്തു എന്നതൊഴിച്ചാൽ മറിയയ്ക്ക് ദൈവത്തിന്റെ മാതാവാൻ ഒക്കില്ല. കാരണം യേശുക്രിസ്തു അബ്രഹാമിന് മുമ്പേ ഉള്ളവൻ. പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? യേശുക്രിസ്തു ആദിയും അന്തവുമാണ്, മറിയ ആദിയും അന്തവുമല്ല, അല്ലേ? അപ്പൊ ചില കാത്തലിക് അടക്കമുള്ള മിക്കവാറും ആൾക്കാർ പറയുന്നത് മറിയ യേശുവിനെ പോലത്തെ ആളാണെന്ന്. നോ, ഒരു കാരണവശാലുമല്ല. സ്തോത്രം. മറിയ നല്ലൊരു സ്ത്രീയാണ്. മറിയ ശുദ്ധിയായവളാണ്. അവൾ ഭാഗ്യവതിയാണ്. യേശുവിനെ പ്രസവിക്കുവാൻ ഭാഗ്യം കിട്ടിയവളാണ്. പക്ഷേ ഈ ദൈവത്തിന്റെ അമ്മ എന്ന് പറയാനൊക്കില്ല. നമ്മൾ വളരെ കൃത്യമായിട്ട് അറിയണം. ഗലാത്യലേഖനം 4:4 പറയുന്നത്, കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി. പുത്രൻ ദൈവത്തിൻ്റെതാണ്, പുത്രൻ മറിയത്തിൻ്റെതല്ല.
പുത്രൻ ദൈവത്തിൻ്റെതാണ്, പുത്രൻ മറിയത്തിൻ്റെതല്ല. വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. സ്തോത്രം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം സ്തോത്രം തുടക്ക ഭാഗത്ത് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു: ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപം നിമിത്തം പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ അയച്ചു. നമ്മുടെ കർത്താവായ യേശു ദൈവത്തിന്റെ പുത്രനാണ്. നമ്മുടെ കർത്താവായ യേശു ദൈവമാണ്. അവൻ സാക്ഷാൽ ദൈവത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് സ്വത്രം തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവമാണ്. ആ ക്രിസ്തു ഇപ്പോഴും പഴയ പൊസിഷനിൽ കയറിയിട്ടില്ല. അവൻ താഴേക്ക് ഇറങ്ങി വന്ന അതേ പൊസിഷനിൽ തന്നെയാണ് ഇപ്പോഴും. നമുക്ക് വേണ്ടി മരിച്ചു, നമുക്ക് വേണ്ടി അടക്കപ്പെട്ടു, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. ഇന്നും മഹിമയുടെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതവുമായിട്ട് നിൽക്കുകയാണ്. എപ്പോഴാണോ പിതാവ് പറയുന്നത് നീ രക്ഷിച്ചവരെ വിളിച്ചുകൊണ്ട് വരാൻ പറയുന്നത്, അപ്പോൾ കർത്താവ് തന്റെ കാഹളം ധ്വനിപ്പിക്കും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് രൂപാന്തരപ്പെട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോഴാണ് കർത്താവ് ന്യായവിധിയുടെ ചുരുള് വാങ്ങുന്നത്. അതോടുകൂടിയേ ക്രിസ്തു പഴയ പൊസിഷനിലോട്ട് കയറത്തുള്ളൂ. കർത്താവ് അനുവദിച്ചാൽ നാളെ നമുക്ക് ആ ഭാഗങ്ങളിൽ സ്വത്രം ഓടിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നേരത്തെ വരണം, എങ്കിലേ നമുക്ക് ഒരു അല്പഭാഗമെങ്കിലും നാളെ നമുക്ക് സംസാരിക്കാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. നിങ്ങൾ വരുന്നത് ഇച്ചിരി വൈകിയാണെങ്കിലും നേരത്തെ വീട്ടിൽ പോകണമെന്ന് താല്പര്യമുള്ളവരാണ് നിലമ്പൂരുകാരെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും ഞാൻ 9 മണിക്കൊന്നും നിർത്തി ശീലമില്ല. പക്ഷേ ഇവിടെ ഞാൻ നിർത്താൻ ശ്രമിക്കുകയാണ്. എങ്കിലും 2 കാര്യം കൂടി എനിക്ക് എമർജൻസി ആയിട്ട് പറഞ്ഞ് കണക്ട് ചെയ്തിട്ടേ അവസാനിപ്പിക്കാൻ കഴിയത്തുള്ളൂ. ദൈവമക്കളെ, ഇവിടെ യേശുക്രിസ്തുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് അവൻ ദൈവപുത്രൻ എന്നാണ്. മറിയത്തോട് പറയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. വായിക്കാം. കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ടു ഭ്രമിച്ചു. ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേർ വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കണ്ടോ, നിന്റെ മോനെന്ന് വിളിക്കപ്പെടുമെന്നല്ല, നിനക്കൊരു മോൻ കിട്ടുമെന്നല്ല, അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അതുകൊണ്ട് അത്യുന്നതന്റെ പുത്രനായ നസറേയനായ യേശു ക്രിസ്തുവിനെ മറിയത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കരുത്. യേശു ദൈവപുത്രനാണെന്ന് ഉച്ചത്തിൽ പറയണം. അവിടെയാണ് പിശാച് വിറയ്ക്കുന്നത്. യേശു ദൈവപുത്രനാണെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരുമാതിരിപ്പെട്ട കിതാബുകാരൊക്കെ മാറി നിൽക്കും. സ്വത്രം. കാരണം അവനെല്ലാം വിറപിടിപ്പിക്കുന്നത് ആ ഒരു വർത്തമാനമാണ്. അതുകൊണ്ട് യേശു മറിയത്തിന്റെ പുത്രനാണെന്ന് പറയുന്ന കത്തോലിക്കക്കാരന്റെ കൂടെ നമ്മൾ നിൽക്കരുത്. യേശു ദൈവപുത്രനാണെന്ന് പറയുന്ന യോഹന്നാന്റെ കൂടെ നമ്മൾ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. താട്ട് വേഗത്തിൽ വായിക്കാം. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. ആ വാക്ക് കേട്ടോണം. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. യേശുക്രിസ്തു യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവ്. സ്തോത്രം. അടുത്ത വാക്യം. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകില്ല. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകയില്ല. നമ്മൾ നാളെയാണ് ഇതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ പ്രസംഗിക്കാൻ പോകുന്നത്. ഇന്ന് ഞാൻ അവിടം കൊണ്ട് ക്ലോസ് ചെയ്തിട്ട് മറ്റൊരു ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോ യേശുക്രിസ്തുവിന്റെ വരവിന് പഴയ നിയമത്തിൽ ഉടനീളം പ്രവാചക ശബ്ദങ്ങൾ വിശദീകരിച്ച അനന്തരം പുതിയ നിയമത്തിൽ മറിയത്തെ വിളിച്ചിട്ട് പറയുകയാണ്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കാൻ പോവാണ്. അവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കും. ദാവീദിന്റെ സിംഹാസനം അവനുള്ളതാണ്. അവന്റെ രാജത്വത്തിന് അവസാനം വരികയില്ല. അവൻ എന്നേക്കും രാജാവായിരിക്കും. ഇവനെ കുറിച്ച് പഴയ നിയമത്തിൽ ഒരുപാട് പ്രവചന ഭാഗങ്ങളുണ്ട്. ഞാൻ തൽക്കാലം അങ്ങോട്ടേക്ക് എങ്ങും കടക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. യേശു ആദ്യമായി ഭൂമിയിൽ വന്നതിന്റെ ആത്യന്തിക ഉദ്ദേശം പാപികൾക്ക് വേണ്ടി മരിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അതാണ് നമ്മൾ തുടക്കത്തിൽ വായിച്ചത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 27-28. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ. കേട്ടോ, ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. കണ്ടോ, അപ്പൊ യേശു ആദ്യം അർപ്പിക്കപ്പെട്ടത് എന്തിനാ? പാപങ്ങളെ ചുമപ്പാൻ. ഞാൻ ഒറ്റ വരി പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ഒന്നാമത്തെ ആദമിന്റെ പാപം കാരണം
ജാതി മത വ്യത്യാസമില്ലാതെ സകല മനുഷ്യരും പാപികളായി തീർന്നു എങ്കിൽ, നമ്മളെല്ലാവരും മരിച്ചേ തീരൂ എങ്കിൽ, ആ മരണത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ, പാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കുവാൻ നസ്രയനായ യേശു ക്രിസ്തു ഒരിക്കലായി അർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ യേശുവിന്റെ മരണം നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. റോമർ 8:1 പറയുന്ന, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെയും ആത്മാവിന്റെയും പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഉലകത്തിൽ ഏതു മനുഷ്യനും പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട നസ്രയനായ യേശുവിന്റെ നാമം തന്നെ. കാരണം യേശു പാപത്തെ ചുമന്നുകൊണ്ട് കാൽവറിയിൽ മരിച്ചു. യേശു മരണത്തെയും പാതാളത്തെയും ജയിച്ചുകൊണ്ട് എഴുന്നേറ്റിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ലേ ഇല്ല. ഉലകത്തിൽ രക്ഷയ്ക്ക് മറ്റൊരു മാർഗമില്ല. ദൈവങ്ങൾ ഇഷ്ടം മാതിരി ഉണ്ടായിരിക്കും. മുട്ടുവേദന മാറ്റാനും തലവേദന മാറ്റാനും കുരുവും പരുവും ചൊറിയും മാറ്റാനും എന്തൊക്കെ ഭൗമികമായ കാര്യങ്ങൾക്ക് വ്യതിയാനം വരുത്തി തരാൻ കഴിയുന്ന കേവല ദൈവങ്ങൾ ഭൂമിയിൽ ഉണ്ടായിരിക്കും. പക്ഷേ നിത്യജീവനെ നൽകുവാൻ കഴിയുന്നവൻ, പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുന്നവൻ അവൻ ഒരുവനേ ഉള്ളൂ. അവൻ നസറേനായ യേശു തന്നെ. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു നാമവുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ യേശുവല്ലാതൊരു രക്ഷകനില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ കാരണം. ഞങ്ങൾക്കത് പറയുമ്പോൾ ആവേശം വരുന്നതിന് കാരണം, ഉലകത്തിൽ ഒറ്റ കല്ലറയെ തുറന്നു കിടപ്പുള്ളൂ, അത് ഉയർത്തെഴുന്നേറ്റവന്റെ കല്ലറ മാത്രമാണ്. ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് മരിക്കാൻ തന്നെ. ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് മരിക്കാനെങ്കിൽ ക്രിസ്തു മരിച്ചത് ഉയർക്കാൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകാൻ എൻ്റെ മുൻപിൽ സമയം പോരാ. 9-ാം അധ്യായം തന്നെ 24-ാം വാക്യം മുതൽ ഒന്ന് വായിക്കണം ദൈവാസനെ. എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 24. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്ക് അല്ല. ഇപ്പോൾ നമുക്ക് വേണ്ടി, വളരെ ശ്രദ്ധിക്കണം, പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് പാപപരിഹാരത്തിനു വേണ്ടി സമാഗമന കൂടാരവും യെരൂശലേം ദൈവാലയവും ഉണ്ടാക്കി വെക്കുകയും അവിടത്തേക്ക് ആവശ്യമായ യാഗങ്ങളും യാഗാദി കർമ്മങ്ങൾക്കുമുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി വെക്കുകയും പുരോഹിതന്മാരെ യാഗങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുകയും ചെയ്തിരിക്കുന്ന ദൈവം തന്നെ അവകൾ കൊണ്ടൊന്നും മാനവകുലത്തിന്റെ പാപത്തിന് ന്യായമായ പരിഹാരം വരുത്തുവാൻ കഴിയാതിരിക്കുമ്പോൾ തന്റെ ഏകജാതനെ പറഞ്ഞു വിട്ടിരിക്കുന്നു. ഇവിടെ പറയുകയാണ്, ക്രിസ്തുവോ വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്കത്രേ പ്രവേശിച്ചത്. എത്ര സന്തോഷം! പഴയ നിയമത്തിൽ കാളക്കൊറ്റന്മാരുടെയും ആടുകിടാവുകളുടെയും രക്തം കൊണ്ട് മനുഷ്യന് സാക്ഷാൽ ഉള്ളതിന്റെ പ്രതിബിംബമായി അതിന്റെ അകത്തേക്ക് കടക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ നമുക്ക് പ്രതിബിംബത്തിലോട്ടല്ല കടക്കാൻ കഴിയുന്നത്, സാക്ഷാൽ ദൈവത്തിന്റെ തിരുനിവാസത്തിനകത്തേക്ക് ചെല്ലാൻ കഴിയും. ഈ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലാൻ താല്പര്യമുള്ള ഏതു മനുഷ്യർക്കും യേശുക്രിസ്തുവിലൂടെ അകത്തേക്ക് ചെല്ലാം. സ്തോത്രം! ഇതെത്ര സന്തോഷമുള്ള കാര്യമാണ്. 10-ാം അധ്യായത്തിലേക്ക് വരാം ദൈവാസനെ. 12 മുതൽ 1-2 വാക്യം വായിക്കാം. 12 മുതൽ 1-2 വാക്യം കൂടി. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് ഇതാണ് ഇവിടത്തെ ചിലർക്ക് കേൾക്കാൻ പറ്റാത്തത്. യേശു പ്രവാചകനെന്നും യേശു വെറും മനുഷ്യനെന്നും പറയുന്ന പൈശാചിക വ്യാപാരം നിറഞ്ഞ മനുഷ്യകുലമേ കേട്ടുകൊള്ളുക. തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, യേശു പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട്. എത്ര മനോഹരം! എന്നേക്കും. കണ്ടോ, കുറച്ച് ദിവസത്തേക്കല്ല,
എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം തന്റെ ശത്രുക്കൾ, ദൈവത്തിന്റെ ശത്രുക്കൾ, പിശാചിന്റെ കൂടെ നടക്കുന്നവർ, അന്യാരാധനയിൽ മുഴുകിക്കിടക്കുന്നവർ, വിഗ്രഹാരാധനക്കാർ, ഫോഷ്ക് പറയുന്നവർ, അവരെ എല്ലാം കാൽ കീഴാക്കുവോളം പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. സ്തോത്രം. ഇനി താഴ്ത്തു വായിക്കാം. തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. അടുത്ത വാക്യം. ഏകയാഗത്താലും വാക്ക് ശ്രദ്ധിക്കുക. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഓഹോ, എത്ര മനോഹരം! പാപിയായി പോയ നമ്മെ വീണ്ടെടുക്കുവാൻ ഏകയാഗത്താൽ സദാകാലത്തേക്കും സൽഗുണപൂർത്തി. ഇതിന് പറ്റിയ മറ്റൊരു വഴി ഈ ഭൂപ്പരപ്പിൽ ലഭ്യമല്ല. മതങ്ങൾ ഒരുപാടുണ്ട്, നല്ല ഫിലോസഫികൾ ഒരുപാടുണ്ട്. പെണ്ണുങ്ങളെ സ്നേഹിക്കണമെന്നും സമൂഹത്തെ സ്നേഹിക്കണമെന്നും പാവങ്ങൾക്ക് തിന്നാൻ കൊടുക്കണമെന്നും പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കണമെന്നും കല്യാണം കഴിപ്പിക്കാൻ നിവർത്തിയില്ലാത്തവരെ കെട്ടിച്ചു വിടുകയോ പറ്റുമെങ്കിൽ 4 എണ്ണത്തിനെ കെട്ടിക്കോളാനോ ഒക്കെ പറയുന്ന ഫിലോസഫികൾ നാട്ടിൽ ഒരുപാടുണ്ടാകും. പക്ഷേ ഏകയാഗത്താൽ സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിയുന്ന ഒറ്റ യാഗമേ ഉള്ളൂ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരമയാഗം തന്നെ. ആ യാഗം നമ്മളെ എല്ലാവരെയും സൽഗുണപൂർത്തി ഉള്ളവരാക്കാൻ വേണ്ടിയാ. 2 വാക്യം കൂടി വായിച്ച് ഇന്നത്തെ നമ്മുടെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കാൻ പോവുക. ക്രിസ്തു മരിച്ചതിന്റെ ആത്യന്തിക ഉദ്ദേശം നമ്പർ 1. സ്തോത്രം. എഫേസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം. Ephesians chapter 1:4. നാം തന്റെ സന്നിധിയിൽ, നാം ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാക്കണം. കേട്ടോ, യേശു മരിച്ചതിന്റെ പ്രധാന ഉദ്ദേശം നാം ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരാകണം. മറ്റേതെങ്കിലും ദൈവത്തിന് നമ്മളെ വിശുദ്ധനാക്കാൻ പറ്റുമോ? പറ്റുകയില്ല. നമ്മളെ വിശുദ്ധനാക്കാൻ, നമ്മളെ നിർമ്മലനാക്കാൻ, നമ്മുടെ പാപത്തെ മോചിക്കാൻ കഴിയുന്ന ഒരാളെ ഉള്ളൂ, നമ്മുടെ കർത്താവ്. നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരും. കണ്ടോ, നിഷ്കളങ്കരും വിശുദ്ധരും. ഒരു നദിയിലും പോയി കുളിക്കണ്ട, ഒരിടത്തും പോയി മുട്ടയടിക്കണ്ട, മീനും ഇറച്ചിയും മുട്ടയൊന്നും തിന്നാതിരിക്കണ്ട, തലകുത്തനെ നിൽക്കണ്ട, ഒരു മലയുടെ മേളിലും കയറണ്ട, ഒരു യാഗവും കഴിക്കണ്ട, ഒരിടത്തും കമ്പി കുത്തിക്കറ്റണ്ട, ഒരു പരിപാടി ചെയ്യണ്ട. നസ്രയനായ യേശുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും. എത്ര സന്തോഷമാണ് ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. ഏതു മനുഷ്യർക്കും സ്വീകരിക്കാൻ പാകത്തിന് കർത്താവ് നമ്മുടെ അടുക്കൽ നിൽക്കുകയാണ്. യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറുള്ള എല്ലാവരുടെയും വാതിൽക്കൽ കർത്താവ് നിന്ന് മുട്ടുന്നുണ്ട്. ഹൃദയത്തിന്റെ വാതിൽ തുറന്നാൽ അവൻ അകത്ത് കയറി നിന്നെ വിശുദ്ധനാക്കി മാറ്റും. ലഹരി അകത്ത് കയറിയാൽ ഒരുത്തനും വിശുദ്ധനാവില്ല. ലഹരി കയറിയ ഒരുത്തൻ മാനസിക രോഗിയായി. കഴിഞ്ഞ ദിവസം ഡോക്ടറെ കുത്തിക്കൊന്ന്, കഴിഞ്ഞ ദിവസം അവൻ കൊലപാതകനായി. ഇനി ജയിലിൽ നിന്ന് പുറത്തു വരാൻ പാടാണ്. സ്തോത്രം. എത്ര റിസ്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പക്ഷെ യേശു ക്രിസ്തുവിന്റെ പുറകെ നടന്ന ആരും കുലപാതകനായി മാറിയിട്ടില്ല. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരുവനും ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളതല്ലാതെ, ഞങ്ങൾ ഒറ്റപ്പെട്ടിട്ടുള്ളതല്ലാതെ, ഞങ്ങൾക്ക് സംവരണം ഇല്ലാതായി പോയതല്ലാതെ, ഞങ്ങൾ സമൂഹത്തിൽ മാർജിനലൈസ് ആയി പോയിട്ടുള്ളതല്ലാതെ ഞങ്ങൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതിനാലാണ്. നമ്പർ 2, എഫേസ്യർക്കെഴുതിയ ലേഖനം തന്നെ 5-ാം അധ്യായം 26 മുതൽ 2 വാക്യം. എഫേസ്യർക്കെഴുതിയ ലേഖനം തന്നെ 5-ാം അധ്യായം 26 മുതൽ 2 വാക്യം. അവനവളെ വചനത്തോട് കൂടിയ, യേശു സഭയെ വചനത്തോട് കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന്. കണ്ടോ, അപ്പൊ ഒരാളെ ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? യേശുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ട് സ്വീകരിക്കണം. യേശുവിനോട് ചേരാൻ സ്നാനമേൽക്കണം. യേശുവിനോട് ചേരാൻ സ്നാനമേൽക്കുന്നതോടുകൂടി സംഭവിക്കുന്നത് എന്താണ്? വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും ചുളുക്കം മുതലായതൊന്നുമില്ലാതെ. എത്ര മനോഹരം നോക്കിയേ. ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ മനുഷ്യന്റെ കറ മാറ്റാൻ
അവന്റെ ചുളുക്കം മാറ്റാൻ, അവനെ നിഷ്കളങ്കനാക്കി മാറ്റാൻ, അവനെ വിശുദ്ധനാക്കി മാറ്റാൻ ആ ദൈവം മനുഷ്യനായി താഴേക്ക് ഇറങ്ങി വന്നു. എത്ര സ്നേഹമാ ദൈവം നമ്മളോട് കാണിച്ചെന്ന് ആലോചിക്കുകയെ. സ്തോത്രം. വായിക്കച്ചാ. സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി യേശുക്രിസ്തു നമുക്ക് വേണ്ടി തന്നെത്താൻ ക്രൂശിൽ ഏൽപ്പിച്ചു. ചിലര് ചോദിക്കാറുണ്ട്, നിങ്ങളെ ദൈവത്തെ ക്രൂശിച്ചില്ലേ? യേശുവിന് തന്നെത്താൻ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളെ എങ്ങനെ രക്ഷിക്കുമെന്നാ ചോദിക്കുന്നേ. ഹേയ് മനുഷ്യ, യേശു തന്നെത്താൻ രക്ഷിക്കാൻ പറ്റാതായതല്ല, രക്ഷപ്പെടാൻ കഴിയാതെ പോയ എന്നെ നിങ്ങളെ രക്ഷിക്കാൻ, പാപിയും ശത്രുവുമായി പോയ എന്നെ നിങ്ങളെ വീണ്ടെടുക്കാൻ അവൻ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നതാണ്. സ്തോത്രം. യേശുവിന് മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, പക്ഷേ നമ്മളോടുള്ള സ്നേഹം കാരണം അവനും മരിക്കേണ്ടതായി വന്നു. ദൈവത്തിന് മരിക്കേണ്ടുന്ന ആവശ്യമുണ്ടായിരുന്നില്ല, പക്ഷേ ദൈവസാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ പിശാച് തെറ്റിച്ച് കളഞ്ഞതുകൊണ്ട് അവന് തിരിച്ചു വരാൻ താല്പര്യമുണ്ടെങ്കിൽ മടങ്ങി വരാൻ ഒരു ഓപ്ഷൻ തരാനാണ് ക്രിസ്തു മരിച്ചിരിക്കുന്നത്. ഏദനിൽ ഒരു വൃക്ഷം നട്ടിട്ട് കർത്താവ് പറഞ്ഞു, ഞാനുമായുള്ള ബന്ധം കട്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് നിന്ന് തിന്നാം. അറിയാതെ അതിൽ നിന്ന് തിന്നുപോയ മാനവകുലത്തിന്റെ മുമ്പിൽ രണ്ടാമത് ഒരു വൃക്ഷം കൂടി എത്തി. അതാണ് ജീവന്റെ വൃക്ഷമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പുതിയ നിയമത്തിൽ നിലനിൽക്കുന്ന എന്റെയും നിങ്ങളുടെയും മുമ്പിൽ രണ്ട് വ്യക്തികൾ നിൽക്കുകയാണ്. ഒന്ന്, പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയ ഒന്നാമത്തെ ആദം. രണ്ട്, ആ പാപത്തിന് പരിഹാരം വരുത്തി ദൈവ തേജസ് തിരിച്ചു പിടിച്ച ഒടുക്കത്തെ ആദം. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. പാപിയായ, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ ഒന്നാമത്തെ ആദമിന്റെ കൂടെ നരകത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നുവോ, അതോ ഒടുവിലത്തെ ആദമിനോടുകൂടെ നഷ്ടപ്പെട്ട നിത്യത തിരിച്ചു പിടിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുവോ? നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് സ്വർഗത്തിലേക്ക് പോകാനാണ്. ഒരു സോറി പറഞ്ഞ് രണ്ട് വാക്യം കൂടി എനിക്ക് നിർബന്ധമായി വായിക്കേണ്ടതുള്ളത് കൊണ്ട് വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 6-ാം അധ്യായം 12-ാം വാക്യം. 1 Timothy chapter 6 verse 12. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ടു. അതിനായിട്ടാ നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്തതിനാ? അനേകം സാക്ഷികളുടെ നിത്യജീവനെ പിടിക്കാൻ. കണ്ടോ? അപ്പൊ നമ്മളെ കറയും ചുളുക്കവും ഇല്ലാത്തവരായി നിഷ്കളങ്കരാക്കി അവിടെ കൊണ്ട് പ്രസന്റ് ചെയ്യാനാ യേശു മരിച്ചത്. യേശു നമ്മളെ വിളിച്ചിരിക്കുന്നത് നിത്യജീവനെ പ്രാപിക്കാൻ. 2 തെസ്സലോനിയൻസ് 2:14. 2 തെസ്സലോനിക്കർ 2:14. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ. ഓ, എത്ര സന്തോഷം നോക്കിയേ. നമ്മുടെ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ഈ രാത്രിയിൽ ഞങ്ങൾ ഈ ദേശനിവാസികളെ വിളിക്കുന്നത്, ഒന്ന്, നിങ്ങളെ നിഷ്കളങ്കരും വിശുദ്ധരുമാക്കി തേജസ്സോടെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ. 2, നിങ്ങളൊക്കെ നിത്യജീവൻ നൽകാൻ. 3, ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ മേൽ വരാൻ വേണ്ടി. 4, കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യം. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 15-ാം വാക്യം. ഓ, താങ്ക് യു ലോർഡ്. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമാകുമാർ വിളിക്കപ്പെട്ടിരിക്കുന്നു. യേശു ഭൂമിയിലേക്ക് വന്നത് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ നമ്മളെ ക്രിസ്തുവിനോടുകൂടെ ഏക ശരീരമാക്കി നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കി മാറ്റാൻ വേണ്ടി. ഈ ദേശത്തിൽ ദൈവ മക്കളാകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ യേശുവിനെ സ്വീകരിക്കാം. രണ്ടാമതൊരു ഓപ്ഷൻ ഈ ഭൂമിയിൽ ഇല്ലേ ഇല്ല. ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയ മാനവകുലത്തിന് ദൈവത്തിന്റെ അടുക്കലേക്ക് അടുക്കുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അത് നസറേയനായ യേശുവിന്റെ നാമം തന്നെ. മറ്റൊരു നാമം ഇല്ലേ ഇല്ല. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിനു കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമം മാത്രമേ ഉള്ളൂ. യേശുവിനോട് ചേരുന്നവർക്ക് നിത്യത ഉറപ്പാണ്. അവർക്ക് മഹത്വം ഉറപ്പാണ്. അവർക്ക് ഏക ശരീരം ഉറപ്പാണ്. അവർക്ക് ന്യായവിധിയിൽ നിന്ന് പുറത്തു വരാം. ന്യായവിധിയും അനന്തര സംഭവങ്ങളും കർത്താവ് അനുവദിച്ചാൽ നാളെ സംസാരിക്കാം. ദൈവം നമ്മളോട് കാണിച്ച സ്നേഹത്തിന്റെ ആഴം നമ്മൾ ഗ്രഹിക്കണം ദൈവമക്കളെ.
ഇന്ന് രാത്രി നമുക്ക് ചില നിമിഷങ്ങൾ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. നാം ഇത് അനുഭവിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി അനുഭവിക്കാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ചുറ്റുപാടും ഇരിക്കുന്ന ജനത്തിനു വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈ ചുറ്റിലുമുള്ള ജനത്തിനു വേണ്ടി ഇന്ന് രാത്രിയിൽ ശബ്ദം കേട്ട ജനത്തിന്റെ ഹൃദയ കണ്ണുകൾ പ്രകാശിക്കത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു വ്യാപാരം ഉണ്ടാകേണ്ടതിനായി ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം.